ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ ഇന്ന് ചെയ്യുന്നത് ഇൻ്റർമീഡിയറ്റ് എക്സാമിനേഷൻ ഡിസംബർ 2024 ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ പേപ്പർ സൊല്യൂഷനാണ്. അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് തിയറി പോർഷനൊക്കെ സ്കിപ്പ് ചെയ്യാണ്, ബാക്കി പ്രോബ്ലം മാത്രമാണ് എന്ത് ചെയ്യുന്നുള്ളൂ, വർക്കൗട്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് MCQ നോക്കാം. MCQല് ഫോർത്ത് ക്വസ്റ്റ്യൻ, X draws a bill on Y for 1,80,000 for mutual accommodation in the ratio of 2:1. സോ എന്താണ്, എക്സ് ആണ് ബില്ല്, എക്സ് ഡ്രോസ് ബിൽ ഓൺ വൈ ആണ്. ഓക്കെ, അപ്പോൾ എക്സ് ബിൽ റിസീവബിളും വൈ അക്സെപ്റ്റ് ചെയ്യാണ്, ബിൽ പേയബിളും ആണ്. ഇതിൽ എക്സ് ഗോട്ട് ഇറ്റ് ഡിസ്കൗണ്ടഡ് ഫോർ 1,69,200 ആൻഡ് റെമിറ്റഡ് 1/3 ഓഫ് ദ പ്രൊസീഡ്സ് ടു വൈ. ഓക്കെ, അപ്പോൾ എക്സ് ഡിസ്കൗണ്ട് ചെയ്യാണ്. അപ്പം ഇതിനകത്ത് എങ്ങനെ വരും? എക്സ് വൈക്ക്, എക്സ് ബില്ല് റിസീവബിളും വൈ ബിൽ പേയബിളും. 1,80,000 ബില്ല്, 1,80,000 ബില്ല് എന്ത് ചെയ്യാണ്, ഡിസ്കൗണ്ട് ചെയ്തിട്ട് എത്രയാണ് അവർക്ക് കിട്ടുന്നത്? 1,69,200. ഓക്കെ, അപ്പോൾ 10,000 എത്രയാണ്, 800 ഡിസ്കൗണ്ടിങ് ചാർജസ് വന്നു. ശരിക്കും ഇത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് ഇതിൽ? How much money should be remitted by X to Y at the time of maturity so as to enable Y to honor the bill? X എത്ര കൊടുക്കണം എന്നാണ് വൈക്ക് പേ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര കൊടുക്കണം എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം 2:1 ആണ് റേഷ്യോ. അപ്പോൾ എക്സിന് എത്രയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? ഇതിൻ്റെ 1,80,000 2/3 പോർഷൻ, അതുപോലെ തന്നെ 1/3 പോർഷനും വഹിക്കും. അപ്പോൾ ഈ 1,80,000 2/3 എന്ന് പറയുമ്പോഴത്തേനും എത്ര കിട്ടും? 1,20,000. 1,80,000 1/3 എന്ന് പറയുമ്പോൾ 60,000 ആണ്. ഇത് എക്സിൻ്റെ, ഇത് വൈൻ്റെ. പക്ഷെ നമ്മളിവിടെ ബില്ല് ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ട് തന്നെ എത്രയായിരിക്കും ഇവിടെ കിട്ടുന്നുണ്ടാവുക? ശരിക്കും അവർക്ക് എത്രയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? 1,20,000 പകരം 1,12,800 കിട്ടിയിട്ടുണ്ടാവുക. പക്ഷെ നമ്മൾ വിചാരിക്കും, ചിലർ വിചാരിക്കും ഓക്കെ 1,12,800 കൊടുക്കാമെന്ന്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ എത്രയാണോ ശരിക്കും നമുക്ക് അതിൻ്റെ റേഷ്യോ പ്രകാരം എത്രയാണോ നമുക്ക് കിട്ടിയത് അത്രയും തന്നെ നമ്മൾ എന്ത് ചെയ്യണം, വൈക്കും കൊടുക്കണം. ഓക്കെ, അപ്പം 1,20,000 ആണ് തന്നെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ ഫേം ഹാഡ് എ ക്യാപിറ്റൽ ബാലൻസ് ഓഫ് 1 lakh at the beginning of the year. At the end of the year, the firm has total assets of 1,50,000 and total liabilities 70,000. If the total withdrawals during the period is 30,000, what was the amount of net profit or net loss for the year? നമുക്ക് ജസ്റ്റ് ബാലൻസ് ഷീറ്റ് ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാം, വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഇവിടെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ അസറ്റ്സ്, ലയബിലിറ്റീസ് ടോട്ടൽ അസറ്റ് വാല്യൂ എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? 1,50,000 ടോട്ടൽ അസറ്റ്. ഇനി ടോട്ടൽ ലയബിലിറ്റീസ് ഇവിടെ ഇപ്പം തന്നെ ആയിരിക്കും 1,50,000 തന്നെ ആയിരിക്കും. ടോട്ടൽ ലയബിലിറ്റീസ് 70,000 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി വരുന്നതിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ക്യാപിറ്റൽ എത്ര വരും? 1 lakh ക്യാപിറ്റൽ. അതിൽ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ട് എത്ര വന്നിട്ടുണ്ട്? ഡ്രോയിങ്സ് സാധാരണ നമ്മൾ എന്താ ചെയ്യാറ്? ക്യാപിറ്റലിൽ ഡ്രോയിങ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ മൈനസ് ചെയ്യും, അഡീഷണൽ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യും. അതുപോലെ തന്നെ പ്രോഫിറ്റും ആഡ് ചെയ്യും, നെറ്റ് പ്രോഫിറ്റ് അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1 lakh, ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് എത്രയാണ്? 30,000. അഡീഷണൽ ഡ്രോയിങ്സ് ഒന്നുമില്ല. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് എത്രയാണെന്ന് തന്നിട്ടുമില്ല. പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നമ്മളോട് കണ്ടുപിടിക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും കിട്ടുന്നത് 70,000. നമുക്കിവിടെ 1,50,000 വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? എത്രയും കൂടെ ആഡ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് 1,50,000 കിട്ടുന്നുണ്ടാവുക. ഇത്രയും എമൗണ്ട് പ്ലസ് 70,000 ഈക്വൽ ടു 1,50,000. 10,000 പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇൻ കേസ് ലോസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലെസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ആഡ് ചെയ്തെങ്കിലാണ് 1,50,000 കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയായിരിക്കും? 10,000 പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡിപ്രിസിയേഷൻ ചാർജ് ടു ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എത്രയാണ്? 8 lakh. ഡിപ്രിസിയേഷൻ അണ്ടർ സെക്ഷൻ 32 ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട് 20 lakh.
അപ്പോൾ 20 ലാക്ക്, അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 20 ലാക്കും 8 ലാക്കും 12 ലാക്കാണ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 20 ലാക്ക് മൈനസ് 8 ലാക്ക് 12 ലാക്ക്. ഈ 12 ലാക്കിൻ്റെ 40% ആണ് കോർപ്പറേറ്റ് ടാക്സ് റേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് ആണ് കണ്ടുപിടിക്കുന്നത്. ഡെഫേർഡ് ടാക്സ് ഓർ അസറ്റ് ലയബിലിറ്റീസ് ടു ബി ക്രിയേറ്റഡ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ എന്തായാലും 12 ലാക്കിൻ്റെ 40% ആണ് നമ്മൾ ടാക്സ് റേറ്റ് ആയിട്ട് പേ ചെയ്യേണ്ടത്. അപ്പോൾ 12 ലാക്കിൻ്റെ 40% എന്ന് പറയുമ്പോൾ എത്ര വരും? 4,80,000 വരും. ഇനി 4,80,000 വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അൺഅമോർട്ടൈസ്ഡ് പ്രിലിമിനറി എക്സ്പെൻഡിച്ചർ ആസ് പെർ ഇൻകം ടാക്സ് ആക്ട് റെക്കോർഡ്സ് 1,50,000. അതിനും ടാക്സ് പേ ചെയ്യാണ്. അപ്പോൾ അതിന് ടാക്സ് പേ ചെയ്യുമ്പോഴത്തേനും അൺഅമോർട്ടൈസ്ഡ് എക്സ്പെൻസ് 1,50,000 അതിൻ്റെ 40% എത്ര വരും? 60,000 മൈനസ് ചെയ്യുമ്പോൾ 4,20,000 ആണ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ്. 4,20,000. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് ഓൺ 1st April 2023 was 14,000. Then during the year 2023 to 24 the bad debts was 9,500. The sundry debtors on 31st March 2024 were 3,25,000. Provision to be made at 5% on debtors if on 31st March 2024 there was additional bad debts of 2,500. Then provision for doubtful debts will be എത്രയായിരിക്കും ചോദിച്ചിരിക്കുന്നത്? Provision for doubtful debts. ഓക്കെ. അപ്പോൾ ഡെബിറ്റ് ടു P&L അക്കൗണ്ട് എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്നിനും ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാണ്. അപ്പോൾ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് ഉണ്ട്, ഇവിടെ ബാഡ് ഡെബ്റ്റ്സ് ഉണ്ട്, സൺഡ്രി ഡെബ്റ്റേഴ്സ് ഉണ്ട്. ഓരോന്നിനും നമ്മൾ എന്ത് ചെയ്യാണ്? ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് വന്നിരിക്കുന്ന ബാലൻസ് കാര്യങ്ങളൊക്കെ അത് നമ്മൾ എഴുതുക. അപ്പോൾ ഫസ്റ്റ് ആണ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ് അസ് ഓൺ 1st April 2023 14,000. പ്രൊവിഷൻ എന്ന് പറയുന്നത് എന്താണ്? ലയബിലിറ്റി ആണ്. അപ്പോൾ അതിനെന്താണ്? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സിൽ ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ എത്രയായിരിക്കും? 14,000. ഇനി അടുത്തത് ഡ്യൂറിംഗ് ദ ഇയർ 2023-24 ദ ബാഡ് ഡെബ്റ്റ്സ് വാസ് 9,500. അപ്പോൾ ബാഡ് ഡെബ്റ്റ്സ് എത്രയായിരുന്നു? 9,500. അപ്പോൾ ബാഡ് ഡെബ്റ്റ്സിൻ്റെ ഓപ്പണിംഗ് എത്രയായിട്ട്? ബാഡ് ഡെബ്റ്റ്സ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? എക്സ്പെൻസ് ആണ്. അപ്പോൾ അതിന് എന്ത് ബാലൻസാണ് വരുന്നത്? ഡെബിറ്റ് ബാലൻസ്. സോ ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ 9,500. ഇനി ദ സൺഡ്രി ഡെബ്റ്റേഴ്സ് ഓൺ 31st March 2024 വേർ 3,25,000. സൺഡ്രി ഡെബ്റ്റേഴ്സിൻ്റെതും എന്ത് തന്നെയാണ്? അതും ഡെബിറ്റ് ബാലൻസ് തന്നെയാണ്. സോ ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ 3,25,000. നമ്മളോട് പ്രൊവിഷൻസ് ടു ബി മെയ്ഡ് 5% ഓൺ ഡെപ്റ്റേഴ്സ്. 5% ഡെപ്റ്റേഴ്സിന് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോഴത്തേനും ഇതെന്തായിരിക്കും? ശരിക്കും ക്ലോസിംഗ് ആണ്. ക്ലോസിംഗ് ഓഫ് പ്രൊവിഷൻ ആണ്. നമ്മൾ 5% ഓൺ ഡെപ്റ്റേഴ്സ് 3,25,000 ക്രിയേറ്റ് ചെയ്യണം. പക്ഷെ വേറൊരു കാര്യം കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 31st March 2024 ദർ വാസ് അഡീഷണൽ ബാഡ് ഡെബ്റ്റ്സ് ഓഫ് 2,500. നമുക്ക് ഓൾറെഡി 3,25,000 കിട്ടാനുണ്ടായിരുന്നു. പക്ഷെ അതിൽ എക്സ്ട്രാ ഒരു 2,500 ബാഡ് ഡെബ്റ്റ്സ് ആയിട്ട് പോയി. അപ്പോൾ ഇവിടെ നമ്മൾ ബാഡ് ഡെബ്റ്റ്സ് നമുക്ക് ഇത്രയും കിട്ടാനുള്ളത് ബാഡ് ഡെബ്റ്റ്സ് ആയിട്ട് പോവുകയല്ലേ ചെയ്തത്. സോ അത് എന്തായിട്ട് മാറി? ബൈ ബാഡ് ഡെബ്റ്റ് 2,500. അപ്പോൾ നമുക്കിതിൻ്റെ ക്ലോസിങ് എഴുതാം അല്ലേ? ബൈ ബാലൻസ് ക്യാരിഡ് ഡൗൺ 3,25,000. ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് സിംപ്ലി ആൻസർ കണ്ടുപിടിക്കാം. പക്ഷെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തത്. ഓക്കെ. 3,22,500. ഇനി ഈ ബാഡ് ഡെബ്റ്റ്സ് നമുക്ക് എവിടെ എഴുതാം? എവിടെ? ഇത് കൂടുതലാണ് ചെയ്തത്. അപ്പോൾ ബാഡ് ഡെബ്റ്റ്സ് കൂടുമ്പോൾ നമ്മളിത് സൺഡ്രി ഡെപ്റ്റേഴ്സിൽ നിന്ന് സൺഡ്രി ഡെപ്റ്റേഴ്സിന് എക്സ്ട്രാ ബാഡ് ഡെബ്റ്റ്സ് കൂടി 2,500. ഓക്കെ. ഈ ടോട്ടൽ ബാഡ് ഡെബ്റ്റ്സ് എങ്ങോട്ടേക്ക് പോകും? പ്രൊവിഷനിലേക്ക് പോകും. അപ്പോൾ ബൈ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സിലേക്ക് ടോട്ടൽ എമൗണ്ട് 12,000. ഓക്കെ. ഇനി ഇതിന്ന് ടു ബാഡ് ഡെബ്റ്റ്സ് ആയിട്ട്
12,000. ഇനി പ്രൊവിഷൻ നമ്മൾ ഓപ്പണിംഗ് എഴുതി, ഇനി ക്ലോസിംഗ് കണ്ടുപിടിക്കണം. ക്ലോസിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞേക്കുന്നത് നമ്മളോട് 5% ഡെപ്റ്റേഴ്സിന് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടു ബാലൻസ് ക്യാരി ഡൗൺ 3,25,000 എന്നാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. പക്ഷെ അതിൽ 2,500 എന്തായിട്ട് പോയി, ബാഡ് ഡെപ്റ്റ്സ് ആയിട്ട് പോയി. ഇനി അതിൽ നിന്ന് 5% ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 16,125. ഓക്കെ, ടോട്ടൽ 28,125. ബാലൻസ് എങ്ങോട്ട് ക്രെഡിറ്റ് ആവും? P&Lലേക്ക് ക്രെഡിറ്റ് ആവും. ഓക്കെ, സോ P&Lലേക്ക് എത്രയാണ് ഡെബിറ്റ് ആവുന്നത്? ഡെബിറ്റ് ടു P&L അക്കൗണ്ട് 14,125. സെക്കൻഡ് ആൻസർ ബി ആണ് ആൻസർ കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, കോസ്റ്റ് ഓഫ് മെഷീനറി ഈസ് 60,000. യൂസ്ഫുൾ ലൈഫ് ഓഫ് ദ അസറ്റ് ഈസ് 5 years. ആനുവൽ ഡിപ്രിസിയേഷൻ ഓഫ് മെഷീൻ അണ്ടർ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ഇസ് 10,000. ദ സ്ക്രാപ്പ് വാല്യൂ ഓഫ് ദ മെഷീൻ വിൽ ബി. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ 7,000 ആയിരുന്നു. 8,000. നമ്മൾ സാധാരണ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് വഴി നമ്മൾ ഡിപ്രിസിയേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതായത് നമ്മുടെ കോസ്റ്റ് ഓഫ് മെഷീനറി എത്രയാണ്, അത് നമ്മൾ സ്ക്രാപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ മൈനസ് ചെയ്യും, ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ് എത്രയാണോ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിപ്രിസിയേഷൻ കിട്ടും. ഇതിൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? കോസ്റ്റ് ഓഫ് മെഷീനറി, ഇൻസ്റ്റാളേഷൻ ചാർജ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ആഡ് ചെയ്യും. ഇവിടെ അതങ്ങനെയൊന്നുമില്ല. സ്ക്രാപ്പ് വാല്യൂ നമുക്ക് തന്നിട്ടില്ല, ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ് എത്രയാണ്? ഇത് സ്ക്രാപ്പ് വാല്യൂൻ്റെയാണ്. യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് 5 years ഈക്വൽ ടു നമുക്ക് ഡിപ്രിസിയേഷൻ 10,000 കിട്ടി. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ നമുക്ക് സ്ക്രാപ്പ് വാല്യൂ കിട്ടും. 60,000 മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഈക്വൽ ടു 5 × 10,000. ഇത് ഡിവൈഡ് ആയി കിടക്കുന്നത് ഇവിടെ വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ 10,000 50,000. അതിൽ സ്ക്രാപ്പ് നെഗറ്റീവായി കിടക്കുന്ന അവിടെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പോസിറ്റീവ് ആവും. സ്ക്രാപ്പ് 60,000 മൈനസ് 50,000. ഓക്കെ, ഈക്വൽ ടു 10,000 വാല്യൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എ കമ്പനി ഡീൽസ് ഇൻ 3 products XYZ which are neither similar nor interchangeable. At the time of closing of its account for the year 2023-24, historical cost and net realizable value of the item of closing stock are determined. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് എപ്പോഴും ഡിറ്റർമൈൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ലെസ് ആയിട്ടുള്ള ഏതാണോ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അത് ഡിറ്റർമൈൻ ചെയ്യാമെന്ന്. ഇവിടെ ഹിസ്റ്റോറിക്കൽ വാല്യൂ നെറ്റ് റിയലൈസബിൾ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ ഓഫ് ഐറ്റം എന്ന് പറയുന്നത് ലെസ് ആയിട്ടുള്ള ഐറ്റംസ്. ഇപ്പോൾ ഇവിടെ എക്സിൻ്റെ കേസ് എടുക്കുമ്പോഴത്തേനും ഇവിടെ 20 ഉണ്ട് 14 ഉണ്ട്. ലെസ് ഐറ്റം ഏതാ? ലെസ് വാല്യൂ എന്ന് പറയുന്നത് 14 ആണ്. അപ്പോൾ അതെടുക്കും. 14 ദെൻ 5 16 ഏത് വേണമെങ്കിലും എടുക്കാം. 16 തന്നെ എടുക്കാം. സെഡ് 8 + 16 + 14 എത്ര കിട്ടും? 8 + 16 + 14 38 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, 38. ഇൻ കേസ് ഓഫ് എ ക്ലബ് ദ എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓവർ ഇൻകം ഈസ് കോൾഡ് എസ്. അതായത് ഇൻകം ആണ് ഇവിടെ, എക്സ്പെൻഡിച്ചർ ആണ് കൂടുതൽ, അതായത് ലോസ് ആണ്. ലോസ് വരുമ്പോഴത്തേക്കും ഡെഫിസിറ്റ്. ഇൻ കേസ് ഇൻകം ആണെങ്കിൽ സർപ്ലസ്. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് നോട്ട് ട്രൂ? ഏതാണ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് അല്ലാത്തത്? ഓക്കെ, ഇതിൽ അക്യുമുലേറ്റഡ് P&L ജനറൽ റിസർവ്സ് ആർ ട്രാൻസ്ഫർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെത് ജനറൽ റിസർവ് എല്ലാം. അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആർ ഷുഡ് ബി ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് ആസ് ഓൾഡ് വാല്യൂ. മെമ്മറാണ്ടം റിവാലുവേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ ക്യാഷും ക്യാപിറ്റൽ ഒഴിച്ച് ബാക്കി എല്ലാം എന്തായിരിക്കും? ഓൾഡ് വാല്യൂവിൽ തന്നെ ഷോൺ ചെയ്യണം. ദെൻ പ്രോഫിറ്റ് ഓൺ റിവാലുവേഷൻ ഈസ് ട്രാൻസ്ഫർ ടു ദ ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ്. പ്രോഫിറ്റ് ഓൺ റിവാലുവേഷൻ നമ്മൾ എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക്. ഓൾഡ് പാർട്ട്നേഴ്സ് ഈക്വൽ റേഷ്യോയിലല്ല, അവർ തന്നെ നിശ്ചയിച്ചിരിക്കുന്ന റേഷ്യോ എത്രയാണ് അത് വെച്ചിട്ടാണ് നമ്മൾ. അപ്പോൾ ഇത് ഈക്വൽ റേഷ്യോ അല്ല, അപ്പോൾ ഇതാണ് ഫോൾസ്. അടുത്ത ക്വസ്റ്റ്യൻ, P sends 1000 bags to Q costing 400 each at an invoice price of 500 each. The costs incurred were P's expenses 4,000, Q's expense 1,000 non-selling and 2,000 selling. 800 bags were sold by Q. What is the value of consignment stock at invoice price? ഓക്കെ, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ക്ലോസിംഗ് സ്റ്റോക്ക്. ഇനി ബാലൻസ് സ്റ്റോക്ക് എത്രയാണുള്ളത്? 1000 ബാഗ്സ് കൊടുത്തതിൽ 800 ബാഗ്സ് സോൾഡ് ചെയ്തു. ആ ബാലൻസ് 200 ബാഗ്സിൻ്റെ ഇൻവോയ്സ് പ്രൈസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട്
ഓക്കെ, നോക്കാം. ടോട്ടൽ സ്റ്റോക്ക് എത്രയുണ്ടായിരുന്നു? ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? 1000 ബാഗ്സ്. അതിൽ 800 ബാഗ്സ് സോൾഡ് ചെയ്തു, ബാലൻസ് 200 ബാഗ്സ്. ഈ 200 ബാഗ്സിൻ്റെ ഇൻവോയ്സ് പ്രൈസ് എത്രയാണ്? ഇൻവോയ്സ് പ്രൈസ് 200 ബാഗ്സ് ഇൻറ്റു 500 ആണ് ഇൻവോയ്സ് പ്രൈസ് എന്ന് തന്നിട്ടുണ്ട്. സോ ടോട്ടൽ എത്ര വരും? നമുക്ക് 1 lakh വരും. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് കൺസൈൻമെൻറ്റ് സ്റ്റോക്കിൻ്റെ കേസിൽ വരുമ്പോഴത്തേക്കും റെക്കറിങ് അല്ലാതെ നോൺ റെക്കറിങ് എക്സ്പെൻസസ് എല്ലാം കൂടെ നമ്മൾ അതും എന്ത് തന്നെയാണ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. പീഡ് എക്സ്പെൻസ് 4000, ക്യൂസ് എക്സ്പെൻസ് 1000 തന്നിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ എത്ര വരും? 4000 പ്ലസ് 1000 5000 വന്നിട്ടുണ്ട്. ഈ 5000 എന്ന് പറയുന്നത് ഈ 1000 ബാഗ്സിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത എമൗണ്ട് ആണ്. അപ്പം നമ്മൾ കൺസൈൻമെൻറ്റ് കേസ് വരുന്ന സമയത്താണെങ്കിൽ പോലും നമ്മൾ അതും എന്ത് തന്നെയാണ് അതിൻ്റെ തന്നെ ചിലവായിട്ട് തന്നെ നമ്മൾ എടുക്കുന്ന ബാഗ്സിൻ്റെ കൺസൈൻമെൻറ്റിന് വേണ്ടിയിട്ട് കൊടുത്ത ഇതിൻ്റെ എക്സ്പെൻസ് ആയിട്ട് തന്നെയാണ് നമ്മൾ ആ ഒരു എക്സ്പെൻസ് കണക്കാക്കുന്നത്. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്രയാണ്? 5000 എമൗണ്ട് തന്നിട്ടുണ്ട്. 4000 പ്ലസ് 1000 5000. അപ്പോൾ എക്സ്പെൻസിൽ 5000 എന്ന് പറയുന്നത് എത്ര ബാഗ്സിന് വേണ്ടിയിട്ടുള്ളതാണ്? 1000 ബാഗ്സിൻ്റെ കോസ്റ്റാണ്. നമുക്ക് ഈ 200ന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്, അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ്. അപ്പോൾ അതിൽ 1000 5000 എന്ന് പറയുന്നത് 1000 ബാഗ്സിനാണെങ്കിൽ നമുക്ക് 200 ബാഗ്സിന് എത്ര? ഓക്കെ, നമുക്ക് എത്ര കിട്ടും? 1000 കിട്ടും. അപ്പോൾ ടോട്ടൽ എത്ര വരും? കൺസൈൻമെൻറ്റ് സ്റ്റോക്ക് ഇൻവോയ്സ് പ്രൈസിൽ 1,01,000 വരും. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരാം, എന്തുകൊണ്ട് ഈ 2000 എടുത്തില്ല എന്നുള്ളത്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് റെക്കറിങ് എക്സ്പെൻസസ് മാത്രം, നോൺ റെക്കറിങ് എക്സ്പെൻസസ് മാത്രമേ നമ്മളൊരു എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കുള്ളൂ. മറ്റേ ഈ 2000 എന്ന് പറയുന്നത് സെല്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസാണ്. അത് നോൺ റെക്കറിങ് എക്സ്പെൻസസ് അല്ല, റെക്കറിങ് എക്സ്പെൻസസാണ്. ഓരോ തവണ സെല് ചെയ്യുമ്പോഴും നമുക്ക് വരുന്ന എക്സ്പെൻസ് അതൊന്നും നമ്മളൊരിക്കലും ഇതിൽ കണക്കാക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ 4000 പ്ലസ് 1000 എടുത്തത്. ഓക്കെ, ഇനി എക്സ് ആൻഡ് വൈ എൻറ്റേർഡ് ഇൻ ടു ജോയിൻറ്റ് വെഞ്ചർ ടു അണ്ടർടേക്ക് the public issue of ABC Limited. The company invited application for allotment 2 lakh shares of 10 per share. The issue was subscribed to the extent of 90% and the remaining was taken by Y. They agreed to share profit and loss in the ratio 2:3. The share taken by X and Y were frequently sold at a premium of 40 per share. How many shares were undertaken by X and Y? ഇത് സിമ്പിൾ ക്വസ്റ്റൻ ആണ്. അതായത് 2 lakhൻ്റെ ഷെയർസ് ഉണ്ടായിരുന്നു. 2 lakh ഷെയർസിൽ 90% സബ്സ്ക്രൈബ് ചെയ്തു. സോ ബാലൻസ് അവിടെ എത്ര വരുന്നുണ്ട്? 2 lakh ഷെയർസിൽ 90% ഷെയർസും സബ്സ്ക്രൈബ് ചെയ്തു. ബാലൻസ് എത്ര ഷെയർസ് ഉള്ളത്? ഇനി 10%, അതായത് 20,000 ഷെയർസ് ഇത്രയാണ് ഇനി അണ്ടർടേക്കൺ ചെയ്യാനുള്ളത്. അപ്പോൾ അതാണ് എൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, സോ ഇത് വെച്ചിട്ട് നമ്മുടെ MCQ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തു. നമുക്കിനി അടുത്തത് പ്രോബ്ലം പോർഷൻസിലേക്ക് ഇറക്കാം. On comparing the cash book of Shivam with the bank passbook for the year ended 31st March 2024, the following discrepancies were noticed. ഓക്കെ, നമുക്ക് ബാങ്ക് റിക്കോൺസിലേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇതിൽ ബാലൻസ് എസ് പെർ ക്യാഷ് ബുക്ക് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 1,82,500 തന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ നോക്കേണ്ട കാര്യം എന്താകും? നമ്മൾ ആദ്യം തന്നെ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. നമുക്ക് ക്യാഷ് ബുക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. 1,82,500 എന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ബാങ്ക് പാസ്ബുക്കിലേക്കാണ് എത്തേണ്ടത്. ഇവിടെ തന്നിരിക്കുന്ന എമൗണ്ട് ഓവർ ഡ്രാഫ്റ്റ് എമൗണ്ട് ആണോ അതോ പോസിറ്റീവ് എമൗണ്ട് ആണോ നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിക്കണം. ഓക്കെ, അത് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ഡെപ്പോസിറ്റ് ചെയ്തതും അതും തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ 1,82,500 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് എമൗണ്ട്. ഇൻ കേസ് ഓവർ ഡ്രാഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ നെഗറ്റീവ് ബാലൻസ് തന്നെ. പിന്നെ അതുപോലെ തന്നെ നമ്മളിത് വെച്ചിട്ട് അപ്പോൾ 1,82,500 വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് 1,82,500. ഓക്കെ, ഇനി ഇതിലാണ് നമ്മൾ ആഡ് ചെയ്യാനുള്ളത് ആഡ് ചെയ്യും. അതുപോലെ തന്നെ ലെസ് ചെയ്യാനുള്ളത് നമ്മൾ ലെസ്സും ചെയ്യും. എന്നിട്ട് ബാലൻസ് ആസ് പെർ ബാങ്ക് പാസ്ബുക്ക് നമ്മൾ എഴുതും. ഇവിടെ നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കാം. ചെക്സ് ഓഫ് 85,000 ഡെപ്പോസിറ്റ് ഇൻ ടു ദ ബാങ്ക് ഓൺ 25th March. നമ്മളിവിടെ 31st March 2024 വരെയുള്ള ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ 25th March വരെ എത്ര ഡെപ്പോസിറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 85,000 ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. ചെക്സ് എമൗണ്ടിങ് ടു 25,000 വരെ കളക്റ്റഡ് ഓൺ 5th April എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 85,000 ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ നമ്മളെപ്പോഴും നോക്കാം, രണ്ട് കൈ എടുക്കാം.
ഒരെണ്ണം ബാങ്ക് പാസ്ബുക്ക്, ഒരെണ്ണം ക്യാഷ് ബുക്ക്. ഇതിൽ നമ്മൾ ഏതിൻ്റെ ബാങ്ക് ബാലൻസ് വെച്ചിട്ടാണോ സ്റ്റാർട്ട് ചെയ്തത് മാത്രമേ നമുക്ക് ആഡ് ചെയ്യാനും ലെസ് ചെയ്യാനായിട്ടും പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് ക്യാഷ് ബുക്ക്, ഇത് പാസ്ബുക്ക്. ഇത് നമ്മളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ 85,000 ഡെപ്പോസിറ്റഡ് ഇൻറ്റു ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഡയറക്റ്റ് ഡെപ്പോസിറ്റ്. അപ്പോൾ അത് എവിടെ കൂടുക? എന്തായാലും കൂടുകയാണ് ചെയ്യുന്നത്, ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ബാങ്ക് ബാലൻസ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഇത് കൂടുകയാണ്. 85,000 എന്ത് ചെയ്തു? പാസ്ബുക്കിൽ നിന്ന് എന്ത് ചെയ്തു? 85,000 ആഡ് ചെയ്തു, കൂടി. പക്ഷെ അതിൽ ചെക്സ് എമൗണ്ടും 25,000 എന്നാ കളക്ട് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്? 5th ഏപ്രിലിൽ കളക്ട് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 85,000 എന്ത് ചെയ്യണം? കൂടി. ഇവിടെ നോക്കുകയാണെങ്കിൽ ക്യാഷ് ബുക്കിൽ ഇത് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും? ആഡ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ പാസ്ബുക്കിൽ നമുക്ക് 85,000 ഡെപ്പോസിറ്റഡ് ഇത് 25th മാർച്ചിൽ, പക്ഷെ അതിൽ 25,000 5th ഏപ്രിലിൽ കളക്ട് ചെയ്യും. അപ്പോൾ 31st മാർച്ച് വരെ അത് കളക്ട് ചെയ്തിട്ടില്ല. എത്ര കളക്ട് ചെയ്തിട്ടില്ല? 25,000 കളക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ക്യാഷ് ബുക്കിൽ ഇത്രയും നിൽക്കുകയാണ്. പാസ്ബുക്കിൽ നമ്മുടെ 80,000 എത്ര വരെ കളക്ട് ചെയ്തിട്ടുള്ളൂ? 60,000 വരെ കളക്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കി 85,000 എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ക്യാഷ് ബുക്ക് മാത്രമേ നമുക്ക് ആഡ് ചെയ്യാനും ലെസ് ചെയ്യാനും പറ്റത്തുള്ളൂ. നമ്മുടെ പാസ്ബുക്ക് ഇവിടെ നിൽക്കുക, ക്യാഷ് ബുക്ക് നമ്മുടെ ഇവിടെ നിൽക്കുക, ടോപ്പിൽ നിൽക്കുക. അപ്പോൾ നമ്മൾ പാസ്ബുക്കും ക്യാഷ് ബുക്കും ടാലി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ചെക്ക് ഡെപ്പോസിറ്റഡ് ഓൺ 25th മാർച്ച് ബട്ട് നോട്ട് യെറ്റ് കളക്റ്റഡ് ടിൽ 31st മാർച്ച്. ടിൽ 31st മാർച്ച് എത്രയാണ്? 25,000 കളക്ട് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ ആ 25,000 നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അടുത്ത പാർട്ട്. ചെക്സ് എമൗണ്ടിങ് 38,000 ഡ്രോൺ ഓൺ 28th മാർച്ച് ഓഫ് വിച്ച് ചെക്ക് ഫോർ 8,000 വാസ് പ്രസൻറ്റ് ഓൺ 3rd ഏപ്രിൽ. ഓക്കെ, ഇതിലിപ്പോൾ എന്താണ്? 38,000 നമ്മൾ ഓൾറെഡി പിൻവലിച്ചു. അപ്പോൾ വിത്ഡ്രോ ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി ക്യാഷ് ബുക്ക് എന്തായാലും ക്യാഷ് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പാസ്ബുക്കിൽ ഇങ്ങനെ തന്നെ നിൽക്കുക. ക്യാഷ് ബുക്കിൽ നമ്മൾ 38,000 കുറച്ച് കാണിച്ചു. പക്ഷേ ഈ ഇതിൽ 28th മാർച്ചിലാണ് നമ്മൾ വിത്ഡ്രോ ചെയ്തെങ്കിലും ചെക്ക് 8,000 ചെക്ക് പ്രസൻറ്റ് ചെയ്തത് 3rd ഏപ്രിലാണ്. അപ്പോൾ പാസ്ബുക്കിൽ അത് വരെയും 30,000 വരെ നമ്മുടെ പാസ്ബുക്കിൽ കുറഞ്ഞു, ക്യാഷ് ബുക്കിൽ മുഴുവനായിട്ടും കുറഞ്ഞു. കാരണം 38,000 വിത്ഡ്രോ ചെയ്ത് കൊണ്ടുപോയി. പക്ഷേ പാസ്ബുക്കിൽ ആ 8,000 എന്താണ്? ഇപ്പോഴും പ്രസൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ 8,000 ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അപ്പം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്താൽ മതി? ആഡ് ചെയ്യണം. പാസ്ബുക്കും ക്യാഷ് ബുക്കും കൂടെ ടാലി ചെയ്യാൻ വേണ്ടി നമ്മളത് ആഡ് ചെയ്യണം. ഈ ഒരു എമൗണ്ട് എത്രയാണോ ഡിഫറൻസ് വന്നത്, എത്രയാണോ പ്രസൻറ്റ് ചെയ്യാത്തത്, അത് മാത്രമാണ് നമ്മൾ ഡിഫറൻസ് ആയിട്ട് ഇവിടെ എഴുതേണ്ടതുള്ളൂ. ബാക്കി രണ്ടും ക്യാഷ് ബുക്കിലും പാസ്ബുക്കിലും 30,000 എൻട്രി ചെയ്തിട്ടുണ്ട്. ബാക്കി ആ 8,000 മാത്രം എന്താണ്? ക്യാഷ് ബുക്കിൽ വന്നിട്ടുണ്ട്, പാസ്ബുക്കിൽ വന്നിട്ടില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ചെക്ക് ഇഷ്യൂഡ് ഓൺ 28th മാർച്ച് but not yet presented. എത്രയാണ്? 8,000 എമൗണ്ട്. അടുത്തത് എ ചെക്ക് ഫോർ 4,000 entered in cash book but omitted to be banked on 31st മാർച്ച്. ഇതെന്താണ്? നമ്മൾ ക്യാഷ് ബുക്കിൽ ഓൾറെഡി എൻ്റർ ചെയ്തു ബട്ട് ഒമിറ്റഡ് ടു ബി ബാങ്ക്ഡ്. അപ്പോൾ ക്യാഷ് ബുക്കിൽ എൻ്റർ ചെയ്തു എന്ന് പറയുമ്പോഴത്തേനും ക്യാഷ് ബുക്ക് എന്ത് ചെയ്തു? ആഡായി. ബാങ്ക് ബുക്കിൽ വന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ലെസ് ചെയ്യണം അല്ലേ? ചെക്ക് entered in cash book but not yet banked. $4,000. A bill receivable for 18,000 previously discounted with the bank had been dishonored but advice was received on 3rd April. Okay, അതായത് ഡിസ്കൗണ്ടഡ് ബില്ല് റിസീവബിൾ ഡിസോണേർഡ് ആയിപ്പോയി. പക്ഷെ ഇതെന്താണ്? ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്തിട്ടില്ല? റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നോക്കാം, നമുക്ക് ഓൾറെഡി കിട്ടേണ്ട എമൗണ്ടാണ്. നമ്മുടെ പാസ്ബുക്കിൽ ആഡ് ചെയ്യേണ്ട എമൗണ്ടാണ്. അതെന്ത് ചെയ്തു? കുറഞ്ഞു. ഡിസോണേർഡ് ആയിപ്പോയി എന്ന് പറയുമ്പോഴത്തേക്ക് കുറഞ്ഞു. അപ്പോൾ ഇതിലെന്ത് ചെയ്തു? ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല.
അപ്പോൾ അതിങ്ങനെ വരും. ഓൾറെഡി പാസ്ബുക്കിൽ റെക്കോർഡ് ചെയ്തത് കുറഞ്ഞു കാണിച്ചു, ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിൽ നമുക്ക് ആഡ് ചെയ്യാനും ലെസ് ചെയ്യാനും പറ്റത്തുള്ളൂ. ക്യാഷ് ബുക്ക് നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഓക്കെ, discounted bills receivable, dishonored but not recorded in cash book. എത്രയാണ്? 18,000 അല്ലേ. അടുത്തത്, a check of 20,000 wrongly credited in the passbook on 29th March was reversed on 2nd April. ഈ 20,000 എന്താണ്? റോങ്ലി ക്രെഡിറ്റ് ചെയ്തതാണ്. റോങ്ലി ക്രെഡിറ്റ് ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പാസ്ബുക്കിൽ എന്താണ്? കൂടി. പക്ഷെ ക്യാഷ് ബുക്കിൽ റോങ്ലി ക്രെഡിറ്റ് ചെയ്തതല്ലേ, ക്യാഷ് ബുക്കിൽ എന്താണെന്നും സംഭവിച്ചിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അപ്പം പാസ്ബുക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ ക്യാഷ് ബുക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ചെക്ക് റോങ്ലി ക്രെഡിറ്റഡ് ഇൻ ബാങ്ക്. Bank had wrongly debited 15,000 in the account on 31st March and reversed it on 10th April 2024. ബാങ്ക് റോങ്ലി ഡെബിറ്റ് ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 50,000 ഡെബിറ്റ് ചെയ്തെന്ന് പറയുമ്പോഴത്തേനും എന്താണ്? ലെസ് ചെയ്യുക ചെയ്തേക്കുന്നത്, കുറയുക ചെയ്തേക്കുന്നത്. പക്ഷെ അത് റിവേഴ്സ് ചെയ്തു 10th ഏപ്രിലിൽ. അപ്പം നമ്മുടെ ക്യാഷിനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. പക്ഷെ ബാങ്ക് പാസ്ബുക്കിൽ നമ്മുടെ ഒന്നും കൂടെ കുറഞ്ഞു, ക്യാഷ് കുറഞ്ഞു. അപ്പം നമ്മൾ എന്ത് ചെയ്യണത്? ലെസ് ചെയ്യണം അല്ലേ. $15,000. ഓക്കെ, ഇപ്പം എല്ലാവരും നോക്കാം. എല്ലാവരും ഇനി എന്ത് ചെയ്യാം? ഇനി നമുക്ക് പാസ്ബുക്കിൻ്റെ ബാലൻസ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ച് എഴുതാം. ഇവിടെ ഇപ്പോൾ 80,000 8,000 20,000. അപ്പോൾ ടോട്ടൽ എത്ര വന്നു? 28,000. അതുപോലെ ഇതിൻ്റെ ടോട്ടൽ 62,000. ബാലൻസ് ആസ് പെർ ബാങ്ക് പാസ്ബുക്ക് 1,82,500. അതിൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്യേണ്ടത് 28,000 ലെസ് ചെയ്യേണ്ടത് 62,000. 1,82,500 പ്ലസ് 28,000 മൈനസ് 62,000. ഓക്കെ, സോ 1,48,500 ബാലൻസ് ആസ് പെർ ബാങ്ക് പാസ്ബുക്ക് പ്രകാരം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് റിക്കോൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്, സോ ഞാൻ അത് ചെയ്യുന്നില്ല. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. ഇന്ദ്ര ഡ്രൂ അപ്പോൺ ചന്ദ്ര എ ബിൽ ഫോർ 90,000. അപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ചിലെ ക്വസ്റ്റ്യൻ ആണ്. ഓൺ April 1, 2024 for 3 months. For mutual accommodation, Chandra accepted the same immediately on receipt. On April 4, Indra got it discounted at 6% per annum and remitted 1/3 of the proceeds to Chandra. At maturity, Indra was not able to send the required sums and asked Chandra to receive a 2 months promissory note for 60,900, which Chandra did. Chandra got a note discounted for 60,000 and met his acceptance. Indra became insolvent just before his promissory note was due for payment. Only 25% was received from his estate. You are required to pass journal entries in the book of Indra. ഓക്കെ, അപ്പോൾ ബുക്ക് ഓഫ് ഇന്ദ്രയുടെ ബുക്കിൽ എന്ത് ചെയ്യാണ്? നമ്മൾ ഈ ജേർണൽ എൻട്രീസ് എഴുതണം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ 2 തവണ ബില്ല് എന്ത് ചെയ്തു? ബില്ല് ഡ്രോൺ ചെയ്തു. ഫസ്റ്റ് ബില്ല് ആരാണ് ഡ്രോൺ ചെയ്തത്? ഇന്ദ്രയാണ്. സെക്കൻഡ് ബില്ല് ഡ്രോൺ ചെയ്തത് ചന്ദ്രയാണ്. അപ്പോൾ അതിൽ എങ്ങനെ അതിൻ്റെ എൻട്രീസ് വരും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യാം? ജസ്റ്റ് നമുക്കൊരു ഇത്, ഇന്ദ്ര ബില്ല് ഡ്രോൺ ചെയ്തു, ചന്ദ്ര അത് എക്സെപ്റ്റ് ചെയ്തു. സോ ഇന്ദ്ര എന്താണ്? ബിൽ റിസീവബിളും ചന്ദ്ര ബിൽ പേയബിളും. ഇന്ദ്ര
ആ ബില്ല് 90,000 ബില്ലായിരുന്നു, അത് ഡിസ്കൗണ്ട് ചെയ്തു. അപ്പോൾ 90,000 ബില്ല് ഡിസ്കൗണ്ട് ചെയ്തത് 6% പെർ ആനോ ആണ് 3 മന്ത്സിലേക്കുള്ളത്. നമ്മൾ 3/12. അപ്പം എത്ര വന്നു? 1,350. 90,000 ഡിസ്കൗണ്ട് ചെയ്തപ്പോഴത്തേനും 88,650 ആണ് അവർക്ക് കിട്ടിയത്. ഈ 88,650 1/3 ആണ് ചന്ദ്രയ്ക്ക് കൊടുത്തത്. 88,650 1/3. പക്ഷേ 88,650 1/3 അല്ലല്ലോ കൊടുക്കണ്ടേ. എത്ര കൊടുക്കണ്ടേ? 90,000 1/3 ചന്ദ്രയ്ക്ക് അയച്ചു. അപ്പോൾ അതിലെ ബാലൻസ് എന്ത് ചെയ്തു? ബിൽ ഡിസ്കൗണ്ടറായിട്ട് എഴുതി. അപ്പോൾ നിങ്ങൾക്ക് ജേർണൽ എൻട്രി എഴുതുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. ഇത് ബില്ല് ബുക്ക് ഓഫ് ഇന്ദ്ര എന്ന് പറയുന്നത് എന്താണ്? ബില്ല് റിസീവ് ചെയ്ത ആളാണ്. അപ്പോൾ പുള്ളിയുടെ അക്കൗണ്ടിൽ എങ്ങനെ വരുന്നുണ്ടാവുക? 1 for April 2024 ബില്ല് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബില്ല് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ചന്ദ്ര അക്കൗണ്ട്. എത്രയാണ്? 90,000 ബില്ല്. എൻട്രീസ് നരേഷൻ എഴുതണേ. ഇനി അതുപോലെ അടുത്തത് എന്ത് ചെയ്തു? ഫസ്റ്റ് ഇതിൽ നമ്മൾ അത് എഴുതി. ബില്ല് 90,000 അക്സെപ്റ്റ് ചെയ്തു. ചന്ദ്ര അക്സെപ്റ്റ് ചെയ്ത ബില്ല് ഓൺ April 4 ഇന്ദ്ര ഗോട്ട് ഇറ്റ് ഡിസ്കൗണ്ട് അറ്റ് 6% per annum. ഇൻ കേസ് നമ്മളിത് എന്തായിരുന്നു? ചന്ദ്രയുടെ ബുക്കിലാണ് എഴുതുന്നതെങ്കിൽ ഇന്ദ്ര ഡിസ്കൗണ്ട് ചെയ്തത് നമ്മൾ ആ എൻട്രി അതിൽ എഴുതില്ല. ഇതിപ്പോൾ ഇന്ദ്രയാണ് ഡിസ്കൗണ്ട് ചെയ്തത്. അപ്പോൾ എന്താണ്? ഇന്ദ്രയുടെ എന്തോ ബുക്സിൽ എന്ത് ചെയ്താണ്? നമ്മളതിവിടെ ഡിസ്കൗണ്ട് ചെയ്തത് എഴുതും. അപ്പോൾ എത്രയാണ് എഴുതുക? 4th April 4, 2024 ബില്ല് ഡിസ്കൗണ്ട് ചെയ്ത്. അപ്പോൾ എത്ര ബാങ്കിലേക്ക് കയറി? ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്ര കയറി? ഡിസ്കൗണ്ടിങ് ചാർജസ് ആയിട്ട് കുറച്ച് പോയിട്ടുണ്ട് അല്ലേ? ഡിസ്കൗണ്ടിങ് ചാർജസ് അക്കൗണ്ട് ടു ബിൽ റിസീവബിൾ അക്കൗണ്ട്. ടോട്ടൽ ബിൽ റിസീവബിൾ എന്ന് പറയുന്നത് 90,000 ആണ്. ഈ 90,000 90,000 ഇൻറ്റു 6% ഇൻറ്റു 3/12 1,350 ഡിസ്കൗണ്ടിങ് ചാർജസ് ആയിട്ട് പോയി. ബാലൻസ് എത്രയാണ്? 88,650 ബാങ്ക് അക്കൗണ്ടിൽ കയറി. ഇനി ഇതിലെന്താ പറഞ്ഞത്? അതിന് റെമിറ്റഡ് 1/3 ഓഫ് ദ പ്രൊസീഡ്സ് ടു ചന്ദ്ര. ചന്ദ്രയ്ക്ക് എത്ര അയച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 1/3 അയച്ചു. അപ്പോൾ 1/3 അയച്ചു എന്ന് പറയുമ്പോഴത്തേനും ചന്ദ്രയ്ക്ക് അയച്ചു. ചന്ദ്ര അക്കൗണ്ടിലേക്ക് എത്ര കയറി എന്നുള്ളത്. ചന്ദ്ര അക്കൗണ്ടിലേക്ക് ശരിക്കും ഈ 88,650 1/3 ആണ് ചന്ദ്രയ്ക്ക് അയച്ചത്. പക്ഷേ ഡിസ്കൗണ്ടിങ് ചാർജസ് എന്ന് പറഞ്ഞിട്ട് എത്ര വന്നിട്ടുണ്ട്? ഡിസ്കൗണ്ടിങ് ചാർജസിൻ്റെ 1/3 അതും എന്ത് തന്നെയാണ്? ഡിസ്കൗണ്ടിങ് ചാർജസ് ആയിട്ട്. ഇനി അടുത്തത് ടു ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എത്ര പോയി? 30,000. ഓക്കെ. അടുത്തത് at maturity, Indra was not able to send the required sums and asked Chandra to receive a 2 months promissory note for 60,900. മെച്യൂരിറ്റി ടൈം എന്ന് പറയുമ്പോഴത്തേനും എത്ര ഇതിലാണ്? മന്തിലാണ്? ഇതിപ്പോൾ 4th April 3 മാസം കഴിഞ്ഞ് പ്ലസ് ഡേറ്റ് ഓഫ് പ്ലസ് എന്താണ്? ഡേയ്സ് ഓഫ് ഗ്രേസ് 3. അപ്പോൾ ടോട്ടൽ അപ്പോൾ എന്ന് വരും? 4th + 3 7 ജൂലൈയിൽ 2024 എന്ത് ചെയ്തു? വേറെ ബില്ല് അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ഈ സമയം ആരായി മാറി? ഈ സമയം ഇന്ദ്ര ബില്ല് അക്സെപ്റ്റ് ചെയ്യുന്നു. ചന്ദ്ര എന്താണ്? ബില്ല് റിസീവബിളായി. അപ്പോൾ ഇവിടെ എങ്ങനെ വരും എൻട്രി? നേരെ ഓപ്പോസിറ്റ്. ചന്ദ്ര അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് പേയബിൾ അക്കൗണ്ട്. എത്രേൻ്റെയാണ്? 60,900. കാരണം എന്താ? പുള്ളി ശരിക്കും എത്ര കൊടുക്കണമായിരുന്നു? അതായത് ഇവിടെ 90,000 1/3 എന്ന് പറയുമ്പോഴത്തേനും 30,000 ആയിരുന്നു ചന്ദ്ര യൂസ് ചെയ്തത്. 60,000 ആയിരുന്നു ഇന്ദ്ര യൂസ് ചെയ്തത്. മെച്യൂരിറ്റി ടൈമിൽ ആരാണ് ശരിക്കും ഈ ബില്ല് ഈ എമൗണ്ട് പേ ചെയ്യേണ്ടത്? ബാങ്കിലേക്ക് പേ ചെയ്യേണ്ട ആളാരാ? ചന്ദ്ര. ബിൽസ് പേയബിൾ ആരാണോ? ചന്ദ്ര. അപ്പോൾ ചന്ദ്ര ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി ടൈമിൽ ഇന്ദ്ര എത്ര കൊടുക്കണം? 60,000 കൊടുക്കണം.
പക്ഷേ ഇന്ദ്രയുടെ കയ്യിൽ അത്രയും കൊടുക്കാനില്ല. അപ്പോൾ ഇന്ദ്ര എന്ത് പറഞ്ഞു, നീ വേറൊരു ബില്ലും കൂടെ ഡ്രോ ചെയ്യേ, ഞാനത് അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ആ എമൗണ്ടും കൊണ്ട് എന്ത് ചെയ്യാം, ഇത് അടയ്ക്കാം. പക്ഷേ അറ്റ് ദ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി 2 months കഴിഞ്ഞിട്ട് പിന്നെയും ആ എമൗണ്ട് തന്നെ കൊടുക്കണം. അപ്പോഴും പുള്ളിക്കാരുടെ കയ്യിൽ കൊടുക്കാനില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എൻട്രിയും കൂടെ നമ്മൾ എഴുതണം. അപ്പം 60,900 എടുത്തത്. ഈ 900 എന്ന് പറയുന്നത് എന്താ, ഇൻട്രസ്റ്റ് ആണ്. 60,000 പുള്ളിക്കാരി കൊടുക്കാനുള്ളൂ. ആ 900 ഇതിൻ്റെ ഇൻട്രസ്റ്റ് കയറി വന്നിരിക്കുന്നത്. 60,900 ബില്ല് അക്സെപ്റ്റ് ചെയ്തു. ഇനി അന്ന് തന്നെ എന്താണ്, ഇൻട്രസ്റ്റ് കയറി വന്നിട്ടുണ്ട്. സോറി ജൂലൈ അല്ലേ? ഇതിന് മെച്യൂരിറ്റി എന്നാ വരുന്നത്, 1st April പ്ലസ് 3 months പ്ലസ് 3 days. ഓക്കെ, ഇനി ഇൻട്രസ്റ്റ് ആണ് എന്ത് വന്നിരിക്കുന്നത്, ആ 900 വന്നത്. സോ ഇൻട്രസ്റ്റ് അക്കൗണ്ട് അത് ക്രെഡിറ്റ് ചെയ്യാം ടു എവിടേക്ക്, ചന്ദ്ര അക്കൗണ്ടിലേക്ക്. ഇനി അടുത്ത, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, ചന്ദ്ര ഗോട്ട് നോട്ട് ഡിസ്കൗണ്ടഡ് ഫോർ 60,000 and met his acceptance. ഇന്ദ്ര became insolvent just before his promissory note was due for his payment. അപ്പോൾ ഇൻസോൾവെൻ്റ് ആയി കഴിയുമ്പോഴത്തേനും അതിൻ്റെ എൻട്രി എങ്ങനെയാണ് വരുന്നത്, ഡിസോണേർഡ് ആയി അങ്ങനെയൊക്കെ എന്തെങ്കിലും കേസ് വരുന്നുണ്ടെങ്കിൽ ഇത് എന്താണോ അതിൻ്റെ എൻട്രി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരും, റിവേഴ്സിൽ എൻട്രി വരും. അപ്പോൾ എന്ന് കഴിയുമ്പോഴാണ് 2 മാസം കൂടെ കഴിയുമ്പോഴല്ലേ. അപ്പോൾ 7/9/2024 ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ചന്ദ്ര അക്കൗണ്ട്. $60,900. ഓക്കെ, ഇനി അടുത്തത് എന്താ പറഞ്ഞേക്കെന്ന് നോക്കാം. ഓൺലി 25% വാസ് റിസീവ്ഡ് ഫ്രം ഹിസ് എസ്റ്റേറ്റ്, യു ആർ റിക്വയർഡ് ടു. ഓക്കെ, ഇനി അതിൽ കൊടുക്കണമല്ലോ എന്തായാലും. അപ്പോൾ ചന്ദ്ര അക്കൗണ്ടിൽ നിന്ന് എത്ര ബാങ്കിൽ നിന്ന് പോയി, പുള്ളിയുടെ എസ്റ്റേറ്റിൽ നിന്ന് 25% എടുത്തു. എത്ര കൊടുക്കാനുണ്ടായിരുന്നു, 60,900 പേ ചെയ്യാനുണ്ടായിരുന്നല്ല. ചന്ദ്ര അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്കിൽ നിന്ന് എത്ര പോയി, അതായത് 60,900 നമ്മൾ പേ ചെയ്യാനുണ്ടായിരുന്നു. അതിൽ 25% എന്താണ് എസ്റ്റേറ്റിൽ നിന്ന്. അപ്പോൾ 60,900 25% എസ്റ്റേറ്റിൽ നിന്ന് അവരെടുത്തു. ബാലൻസ് ഡെഫിഷ്യൻസി ആയിട്ട് പോയി. ഡെഫിഷ്യൻസി അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ബാക്കി അതിൽ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, ഇത്രയാണ് അതിൻ്റെ ജേർണൽ എൻട്രി. ആ ക്വസ്റ്റ്യൻ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഓൺ 1st April 2021 RV Limited purchased a machine on hire purchase system whose cash price was 12 lakh. അപ്പോൾ ഒരു മെഷീൻ പർച്ചേസ് ചെയ്ത് ഹയർ പർച്ചേസിൻ്റെ കൂടെ വേസ്റ്റ് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നല്ലേ. 12 lakh. ദ ഹയർ പർച്ചേസ് പ്രൈസ് ഓഫ് ദ മെഷീൻ വാസ് 50 lakh. അതായത് ക്യാഷ് പ്രൈസ്, അതിൻ്റെ ശരിക്കും ക്യാഷ് പ്രൈസ് 12 lakh ആയിരുന്നു, 15 lakh ആണ് പക്ഷേ അതിൻ്റെ ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത്. 3 lakh വാസ് പേബിൾ ഇമ്മീഡിയറ്റ്ലി ആൻഡ് ദ ബാലൻസ് വാസ് ടു ബി പെയ്ഡ് ഇൻ 3 equal ആനുവൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പേ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ദ ബുക്സ് ആർ ക്ലോസ്ഡ് ഓൺ 31st March ഈച്ച് ഇയർ. ദ കമ്പനി ചാർജ് ഡിപ്രിസിയേഷൻ അറ്റ് 15% per annum on the reducing balance basis. Calculate interest included in each installment and prepare machinery account for 3 years in the book of RV Limited. നമുക്ക് മെഷീനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, അതുപോലെ തന്നെ ഇൻട്രസ്റ്റും കാൽക്കുലേറ്റ് ചെയ്യണം. ഓരോ ഇൻസ്റ്റാൾമെൻറ്റിന് എത്ര ഇൻട്രസ്റ്റ് വരുന്നു എന്നുള്ളതും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് മെഷീനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിലിപ്പോൾ ഇൻട്രസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ഇൻട്രസ്റ്റിൻ്റെ ഇതൊന്നും എന്ത് ഈ മെഷീനറി അക്കൗണ്ടിൽ വരില്ല. മെഷീനറി അക്കൗണ്ടിൽ എന്തേ വരുള്ളൂ, ഡെപ്രിസിയേഷൻ അതുപോലെ തന്നെ അതിൻ്റെ ക്യാഷ് പ്രൈസ് മാത്രമേ വരുള്ളൂ. നമുക്കിപ്പോൾ ഇതിൽ നിന്ന് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. സാധാരണ കേസിൽ നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു, നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ
എത്രയാണ് നമ്മുടെ ഓപ്പണിങ്, ഒരു ഇൻസ്റ്റാൾമെൻറ്റ് ഓപ്പണിങ് എത്രയാണ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് എത്ര വരുന്നുണ്ട്, നമുക്ക് അതിൻ്റെ റേറ്റ് ഒക്കെ തന്നിട്ടുണ്ടാവും. പക്ഷേ ഇതിൻ്റെ റേറ്റ് ഒന്നും അറിയില്ല. നമുക്ക് ജസ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളൂ, 15 lakh, അതായത് ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട്, 12 lakh ആണ് ക്യാഷ് പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട്. ഹയർ പ്രൈസാണ് 15 lakh എന്ന്. ഇതിൽ ഈ 3 lakh എന്ന് പറയുന്നതാണ് എന്ത് വരുന്നത്, ഇൻട്രസ്റ്റ് വരുന്നത്. അത്രയും കൂട്ടി അടയ്ക്കുക. അപ്പോൾ ഈ 3 lakhൽ 3 വർഷമായിട്ട്, അതായത് 3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് എത്ര വരുമെന്ന് നമുക്കറിയണം. 3 lakh ആണ് ടോട്ടൽ നമുക്കറിയാം. ഇതിന് നമ്മുടെ ICML ടെക്സ്റ്റിലൊരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൊല്യൂഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൽ പേ ചെയ്യാമെന്ന് പറയുന്നത് എപ്പോഴും 3 ഇൻസ്റ്റാൾമെൻ്റ് ഉള്ളത്. ഫസ്റ്റ് ഇതിപ്പോൾ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്, തേർഡ് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇവിടെ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിൻ്റെ 2 ഇരട്ടിയായിരിക്കും നമ്മളിവിടെ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. എത്രയാണോ ഇൻട്രസ്റ്റിൻ്റെ ഇത്ര ഡബിൾ ട്രിപ്പിൾ അങ്ങനെ ആയിരിക്കുമല്ലോ എപ്പോഴും ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ 3 ഇൻസ്റ്റാൾമെൻറ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ എടുത്തത്. ഇൻ കേസ് 4 ഇൻസ്റ്റാൾമെൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. I, 2I, 3I, 4I അങ്ങനെ. ഇവിടെ ഇപ്പോൾ എത്രയായിരിക്കും, 3I. ഈ 3 ഇൻസ്റ്റാൾമെൻറ്റും കൂടെ ചേർത്തിട്ടായിരിക്കും നമ്മൾ 3 lakh പേ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇതെന്ത് ചെയ്യുക, നമ്മൾ സാധാരണ ഇതിൽ എക്സിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ 3I + 2I + I എന്ന് പറയുന്നതാണ് നമ്മുടെ 3 lakh. ഇതിൽ നിന്ന് നമ്മൾ ടോട്ടൽ 3I + 2I + 6I എത്രയാണ്, 6I = 3 lakh. I = 3 lakh ഡിവൈഡഡ് ബൈ 6 എത്ര വരും, 50,000. അപ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൽ എത്ര പേ ചെയ്തു, 3 × 50,000 എത്ര വരും, 1,50,000. ഇവിടെ 1,50,000. ഇപ്പോൾ 3 lakh ആയില്ലേ. അപ്പോൾ ഇൻട്രസ്റ്റ് ഫോർ ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും എത്രയാണ് ഇൻട്രസ്റ്റ് വന്നതെന്നുള്ളത് കണ്ടുപിടിച്ചു. ഇനി മെഷീനറി അക്കൗണ്ടിൽ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്തു, സാധനം വാങ്ങുമ്പോൾ എങ്ങനെയാണ് നമുക്ക് അസറ്റ് കിട്ടി, അതിൻ്റെ എൻട്രി എങ്ങനെയാണ് വരുന്നത്, അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഹയർ വെണ്ടർ. ഇപ്പോൾ ഇവിടെ ഹയർ വെണ്ടറിന് നമ്മൾ പേ ചെയ്യാണ് ടു ഹയർ വെണ്ടർ അക്കൗണ്ട്. അപ്പോൾ എന്നാണ് നമ്മൾ വാങ്ങിയത്, ഡേറ്റ് മസ്റ്റായിട്ടും കൊടുക്കണം. ഓൺ 1st April 2021 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ 1/4/2021 നമ്മൾ വാങ്ങി ടു മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ഹയർ വെണ്ടറിന്. എത്രയാണ് ക്യാഷ് പ്രൈസിന് അവിടെ നമ്മൾ ഇൻട്രസ്റ്റ് ഇതിൽ കയറി വരില്ല എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ശരിക്കും മെഷീനറിയുടെ എത്രയാണ് എമൗണ്ട് അതാണ് ഇവിടെ വരുള്ളൂ. ഡിപ്രിസിയേഷൻ എന്ത് വരും, ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്, എക്സ്പെൻസ് ആണ്. സോ അത് ബൈ ഡിപ്രിസിയേഷൻ, അത് ലാസ്റ്റ് ഇയറിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡിപ്രിസിയേഷൻ. അതായത് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് മാർച്ചിലാണ് ക്ലോസ് ചെയ്യുന്നത്, ബുക്ക് ക്ലോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 31st March 2022 ബൈ ഡിപ്രിസിയേഷൻ അക്കൗണ്ട്. ഡിപ്രിസിയേഷൻ 50% കാൽക്കുലേറ്റ് ചെയ്യുന്നത് തന്നിട്ടുണ്ട്. സോ 12 lakhന് 15% എത്ര വരും, 1,80,000. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ഇനി ഇതിൻ്റെ ബാലൻസ് എത്ര വരും, ആ വർഷം ബുക്ക് നമ്മൾ ക്ലോസ് ചെയ്യാണ്. ബൈ ബാലൻസ് ക്യാരി ഡൗൺ 10,20,000, 12 lakh. ഇനി അടുത്ത വർഷം സ്റ്റാർട്ട് ചെയ്യാണ്. 1/4/2022 ബാലൻസ് എത്രയുണ്ട്, ടു ബാലൻസ് 10,20,000. ഇതിൻ്റെ 50% ഡിപ്രിസിയേഷൻ വർഷം ലാസ്റ്റ് ഇയറിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. സോ ബൈ ഡിപ്രിസിയേഷനായിട്ട് 1,53,000. ബാലൻസ് ക്ലോസ് ചെയ്യാണ് 31/3/2023 ബൈ ബാലൻസ് ക്യാരിഡ് ഡൗൺ. എത്രയായിരുന്നു ഇപ്പോൾ 8,67,000. അപ്പോൾ ബാലൻസ് 10,20,000. ആ ഇയർ കഴിഞ്ഞു. ഇനി അടുത്ത ഇയറിനും ഓപ്പണിംഗ് എത്ര വരും, 1/4/2023 ടു ബാലൻസ് ബ്രോഡ് ഡൗൺ 8,67,000, 31/3/2024. അതിൻ്റെ ഡിപ്രിസിയേഷൻ
15%. എത്ര വരും? ബുക്ക് ക്ലോസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 7,36,950. ഓക്കെ, ഇത്രേ ഉള്ളൂ മെഷീനറി അക്കൗണ്ട്. സിമ്പിൾ ഉള്ളൂ. ജസ്റ്റ് നമ്മൾ എന്താണ് ക്യാഷ് പ്രൈസ് എത്രയാണ്, അതിൻ്റെ ഡിപ്രിസിയേഷൻ എത്ര പോകുന്നുണ്ട്, ആ ഇയർ ക്ലോസ് ചെയ്ത്. കാരണം ഇൻട്രസ്റ്റ് ഒന്നും ഇവിടെ കയറി വരുന്നതല്ല. ഇൻട്രസ്റ്റ് ഹയർ പർച്ചേസ്, ഇത് ശരിക്കും മെഷീനറി അക്കൗണ്ട് പ്ലസ് ഹയർ പർച്ചേസ്. ഫസ്റ്റ് മൊഡ്യൂളും ഹയർ പർച്ചേസും മൊഡ്യൂളും രണ്ടും കൂടെ കമ്പൈൻ ചെയ്തുള്ള ക്വസ്റ്റൻ. അപ്പോൾ ഹയർ പർച്ചേസിനുള്ള ക്വസ്റ്റനുമായി മെഷീനറി അക്കൗണ്ടിനുള്ള ക്വസ്റ്റനുമായി അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് ഇനി അടുത്തത്. രാഹുൽ ഡസ് നോട്ട് മെയിൻറ്റെയിൻ എ പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്. ഇതെന്താണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്. ഡസ് നോട്ട് മെയിൻറ്റെയിൻ എ പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്. However, he maintains a record of his bank transaction and is also give the following information from which you are requested to prepare his final accounts for the year 2023-24. So, trading a P&L account prepare ചെയ്യാനായിട്ട് നമുക്ക് ചിലതിൻ്റെയൊക്കെ ഓപ്പണിങ് ചിലതിൻ്റെ ക്ലോസിങ് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്, additional capital introduced, sale of fixed assets, paid to creditors, expense paid, personal drawings, purchase of fixed assets എല്ലാം തന്നിട്ടുണ്ട്. നമുക്ക് നോ ക്യാഷ് ട്രാൻസാക്ഷൻ ടു പ്ലേസ് ഡ്യൂറിങ് ദി ഇയർ. അപ്പോൾ ഇത്തവണ ക്യാഷ് സെയിൽ എന്ന് പറഞ്ഞിട്ട് ക്യാഷ് പർച്ചേസ് നടത്തൊന്നുമില്ല. എല്ലാം എന്താണ്? ക്രെഡിറ്റിനാണ്. ഗുഡ്സ് സോൾഡ് ചെയ്തിരിക്കുന്നത് കോസ്റ്റ് പ്ലസ് 25%. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വാസ് 2,60,000. സോ ഇത് വെച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക? ട്രേഡിംഗ് P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഏതൊക്കെ സാധനങ്ങളില്ലാത്ത. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ട്രേഡിംഗ് P&L അക്കൗണ്ട് ആദ്യം പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ട്രേഡിംഗ് P&L അക്കൗണ്ടിൽ ഫസ്റ്റ് തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക്. ഇവിടെ എന്തൊക്കെ വരും? ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ് നമുക്ക് ക്യാഷും പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസും അങ്ങനെയൊന്നുമില്ല. സോറി, ക്യാഷ് പർച്ചേസൊന്നും ആയിട്ടില്ല. ചുമ്മാ പർച്ചേസ് ചെയ്താൽ മതി. കാരണം ക്യാഷ് ട്രാൻസാക്ഷൻസ് ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ബൈ സെയില്, ക്ലോസിംഗ് സ്റ്റോക്ക്, അതുപോലെ ടു ഗ്രോസ് പ്രോഫിറ്റ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ട്രേഡിങ്ങിൽ വേണം. ഇതിൽ നമുക്ക് സ്റ്റോക്ക് ഓപ്പണിംഗ് തന്നിട്ടുണ്ട്, ക്ലോസിംഗ് തന്നിട്ടുണ്ട്. 50,000, 62,500. സോ ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് 50,000, ക്ലോസിംഗ് സ്റ്റോക്ക് 62,500. ഇനി സെയിലും പർച്ചേസിനും നമുക്ക് എത്രയാണെന്നുള്ളത് അറിയണം. ഇവിടെ എന്താണെന്ന് നോക്കിയേ. നോ ക്യാഷ് ട്രാൻസാക്ഷൻ ടു പ്ലേസ് ഡ്യൂറിങ് ഗുഡ്സ് ആർ സോൾഡ് അറ്റ് കോസ്റ്റ് പ്ലസ് 25% തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വാസ് 2,60,000. അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുമ്പോഴത്തേനും എന്തെങ്കിലും ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ്. ആ വർഷം നമ്മൾ എത്ര പർച്ചേസ് ചെയ്തു മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇതിൽ പർച്ചേസ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 2,60,000 നമുക്ക് തന്നിട്ടുണ്ട്. ഈ 2,60,000 ഓപ്പണിങ്ങും നമുക്കറിയാം, ക്ലോസിങ്ങും നമുക്കറിയാം. 50,000 ഓപ്പണിങ്ങും ക്ലോസിങ് എത്രയാണ്? 62,500. ഇത് നമുക്ക് എന്താ കണ്ടുപിടിക്കാം? പർച്ചേസ് കണ്ടുപിടിക്കാം. സോ പർച്ചേസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് 62,000 എത്ര വരും? ഇനി ഇവിടെ 50,000 നെഗറ്റീവ് വരും. നമുക്ക് എത്ര കിട്ടും? 2,72,500 കിട്ടും. ആ പർച്ചേസിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 2,72,500 കിട്ടി. 2,72,500. ഇനി നമുക്ക് സെയിൽ. നമ്മളോട് ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഗുഡ്സ് ആർ സോൾഡ് അറ്റ് കോസ്റ്റ് പ്ലസ് 25% എന്നാണ്. ഇത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണല്ലോ എന്ത് വരുന്നത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ടോട്ടൽ വരുന്നത്. ഇതിൻ്റെ 25%ആയിരിക്കുമല്ലോ സെയിൽ ചെയ്തിട്ടുണ്ടാവാം. മുഴുവനും ക്രെഡിറ്റ് സെയിൽ ആയിരിക്കും എന്തായാലും. അപ്പോൾ അതിൻ്റെ അത് എത്രയാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടും? സെയിൽസിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് കിട്ടും. അപ്പോൾ ഇതിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈ 2,60,000 എന്ന് പറയുന്നത് എത്രയാണ്? 100%. നമുക്ക് 125%-നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 3,25,000. ഇതെങ്ങനെ വന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം എന്താ? നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് നമുക്ക് 2,60,000. ഇതിനോട് 25% കൂട്ടിയിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ 2,60,000 എന്ന് പറയുന്നത്
നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എപ്പോഴും 100% നമ്മൾ എടുക്കുന്നത്. പ്രോഫിറ്റ് നമ്മൾ എത്ര കൂട്ടി? 25% കൂട്ടി നമ്മൾ സെയിൽ ചെയ്യും. അപ്പോൾ സെയിലിൻ്റെ ഇത് എത്ര വരും? 125% ആണ് സെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ സെയിലിൻ്റെ ഇത് എത്ര കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 2,60,000 എന്ന് പറയുന്നത് 100% ആണെന്നുണ്ടെങ്കിൽ 125% ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3,25,000. നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ആണ് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ഇൻറ്റു 25% ചെയ്യുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ 3,25,000 ഓക്കെ. ഈ ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 3,87,500. ബാലൻസിങ് ഫിഗർ ആയിട്ട് 65,000. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെയും കൂടെ കണ്ടുപിടിക്കാം. അതായത് നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയാണ്? 2,60,000 ഡിവൈഡ് ബൈ 100% ഇൻറ്റു 25% ചെയ്യുമ്പോൾ നമുക്ക് 65,000 തന്നെ കിട്ടും. രണ്ട് രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രേഡിംഗ് അക്കൗണ്ട് കഴിഞ്ഞു. ഇനി അടുത്തെന്താ? നമ്മൾ P&L കടക്കാണ്. ബൈ ഗ്രോസ് പ്രോഫിറ്റ് 65,000. വേറെ എന്തൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് നോക്കാം. റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് 3,40,000. അപ്പോൾ നമുക്ക് എന്താണ് ഡെപ്റ്റേഴ്സിന് എത്ര കിട്ടിയെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡെപ്റ്റേഴ്സിൻ്റെ ഓപ്പണിങ്, ഡെപ്റ്റേഴ്സ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാണ്. ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഓപ്പണിങ് നമുക്ക് തന്നിട്ടുണ്ട്. സോ ടു ബാലൻസ് ബ്രോഡ് ഡൗൺ 1,02,500. ഇതിന് നമുക്ക് എന്താണെന്ന് പറഞ്ഞേക്കണേ? ഡെപ്റ്റേഴ്സിൽ നിന്ന് റിസീവ് ചെയ്ത എമൗണ്ടാണ്. ഡെപ്റ്റേഴ്സിൽ നിന്ന് റിസീവ് ചെയ്തെന്ന് പറയുമ്പോൾ നമ്മുടെ ഡെപ്റ്റേഴ്സ് കുറഞ്ഞു. അപ്പോൾ നമുക്ക് അത് എന്താണ്? നമുക്ക് ബാങ്ക് വഴി കിട്ടിയ പൈസ റിസീവ് ചെയ്തതല്ലേ. അപ്പോൾ ബൈ ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഓരോ ഇത് ചെയ്യുമ്പോഴും നമ്മൾ അതിൻ്റെ ലെഡ്ജറിൽ എടുക്കേണ്ട എമൗണ്ട് അവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ബാങ്ക് അക്കൗണ്ടിൻ്റെ ഒരു ലെഡ്ജർ പ്രിപ്പയർ ചെയ്യണം. ബാങ്ക് അക്കൗണ്ടിൻ്റെ ഓപ്പണിങ് അതും ഇവിടെ എത്രയാണ് തന്നേക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും കിട്ടിയതൊക്കെ എഴുതി വയ്ക്കുക കേട്ടോ. ബാങ്ക് അക്കൗണ്ടിൻ്റെ ക്ലോസിങ് നമുക്കിവിടെ തന്നിട്ടില്ല, ഓപ്പണിങ് തന്നിട്ടില്ല. അപ്പോൾ ടു ബാലൻസ് ഓപ്പണിങ് നമുക്ക് തന്നിട്ടില്ല, നമുക്ക് കണ്ടുപിടിക്കണം. ഇനി ഇതിൻ്റെ ബാലൻസ് ക്ലോസിങ് നമുക്ക് തന്നിട്ടുണ്ട്. ബൈ ബാലൻസ് ക്യാരി ഡൗൺ 50,000. ഇതിൽ എന്താണ്? റിസീവ് ഫ്രം ഡെപ്റ്റേഴ്സ്. അപ്പോൾ നമ്മുടെ എന്താണ്? ക്യാഷ് കൂടി. അപ്പോൾ എന്താണ്? ഡെപ്റ്റേഴ്സിൽ നിന്ന് ടു ഡെപ്റ്റേഴ്സ് എത്ര? 3,40,000. ഓക്കെ. അതിനെവിടെയെങ്കിലും എഴുതാനുണ്ടോ? ഇല്ല. അത് കഴിഞ്ഞു. ഇനി അടുത്തത് അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ്. ഈ 5,000 എന്ന് പറയുന്ന ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ എന്താണ് നമ്മുടെ ക്യാപിറ്റൽ? അതായത് ബാങ്ക് വഴിയാണെന്ന് എന്തായാലും പൈസ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഇതെന്താണ്? ക്യാഷ്, ബാങ്കിൽ ക്യാഷ് കൂടി. അപ്പോൾ എത്ര വരും? ഇത് എന്ത് ചെയ്യണം? ബാങ്കിൽ നമ്മൾ എഴുതണം ടു ക്യാപിറ്റൽ അക്കൗണ്ട് 5,000. അടുത്തത് സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ് ബുക്ക് വാല്യൂ 2,500 1,750. ഇത് സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എന്താണ്? ക്യാഷ് നമുക്ക് ബാങ്കിലേക്ക് ക്യാഷ് കയറും. എത്രയിന്? 1,750. സോ അതും എന്ത് തന്നെ വരും? ടു ബാങ്ക് അക്കൗണ്ട് ടു സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്. സെയിൽ ചെയ്തപ്പോൾ 1,750 ബാങ്ക് അക്കൗണ്ട്. പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സിനെ പേ ചെയ്തു. അപ്പോൾ ക്രെഡിറ്റേഴ്സിൻ്റെ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യണം. ക്രെഡിറ്റേഴ്സിൻ്റെ ബൈ ബാലൻസ് നമുക്ക് ഇതിൻ്റെ ഓപ്പണിങ് തന്നിട്ടുണ്ടാവും. ക്രെഡിറ്റേഴ്സിൻ്റെ ക്ലോസിങ് നമുക്ക് തന്നിട്ടില്ല, അപ്പോൾ ഓപ്പണിങ് തന്നിട്ടില്ല. ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ തന്നിട്ടില്ല. ടു ബാലൻസ് ക്യാരി ഡൗൺ എത്രയാണ് തന്നിരിക്കുന്നത്? 46,000 തന്നിട്ടുണ്ട്. ഇതിൽ ക്രെഡിറ്റേഴ്സിന് പേ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്ന ക്രെഡിറ്റേഴ്സ് എന്താണ്? അവിടെ കുറഞ്ഞു എന്നല്ലേ അർത്ഥം. ടു ബാങ്ക് ക്യാഷ് പോയി 2,80,000. ഈ 2,80,000 നമ്മൾ ക്യാഷ് പേ ചെയ്തു ക്രെഡിറ്റേഴ്സിന്. അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് കുറഞ്ഞു. സോ ബൈ ബാങ്ക് 2,80,000. ഇനി അടുത്തത് എക്സ്പെൻസസ് പെയ്ഡ് 49,250. എക്സ്പെൻസ് പെയ്തെന്ന് പറയുമ്പോഴത്തേനും ബൈ എക്സ്പെൻസസ് പെയ്ഡ് 49,250. ഇത് എവിടെയും കൂടെ വരണം? P&L കൂടെ വരണം. സോ ഇത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് P&L ഒരുമിച്ച് എഴുതാം. ഇനി പേഴ്സണൽ ഡ്രോയിങ്സ്, അതും എന്താണ്? 25,000 രൂപ ഡ്രോയിങ്സ് ക്യാഷ് എടുത്തു. അപ്പോൾ ബൈ ഡ്രോയിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ക്യാഷ് വിഡ്രോ ചെയ്തതാണല്ലോ. 25,000 കുറഞ്ഞു. പർച്ചേസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ് പർച്ചേസ് ചെയ്തു. അത് നമ്മുടെ എന്താണ്? ക്യാഷ് പോയില്ലേ. ബൈ പർച്ചേസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ്
5,000. ഇപ്പോൾ ടോട്ടൽ ഇവിടെ എത്ര വരും? ഇതിൻ്റെ എല്ലാം കഴിഞ്ഞു. എത്ര വന്നു? 49,250. ഇതിൻ്റെ ബാലൻസിൻ്റെ എത്ര വരും? 62,500 വരും ബാലൻസിങ് ഫിഗർ. നമുക്ക് എന്നിട്ട് ബാങ്ക് അക്കൗണ്ടിൻ്റെ ഓപ്പണിങ് കിട്ടി. ഇനി ക്രെഡിറ്റേഴ്സിൽ ഇവിടെ എത്ര വന്നു? ഇതെല്ലാം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ എല്ലാം നമ്മൾ എഴുതി. 3,26,000. സോറി, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ നമുക്ക് ഒന്നും കൂടി എഴുതാണ്ട്. ഇതൊന്നും എഴുതാണല്ലേ. നമ്മൾ പർച്ചേസ് ചെയ്തു, അത് ക്രെഡിറ്റേഴ്സാണ്. പർച്ചേസ് നമുക്ക് ഓൾറെഡി വാല്യൂ കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് നമുക്ക് എന്ത് എഴുതാം? അതായത് ഓൾറെഡി ഉണ്ടായിരുന്ന ക്രെഡിറ്റേഴ്സ് കൂടി, നമുക്ക് കിട്ടാനുള്ള ക്യാഷ് കൂടി. അപ്പോൾ ബൈ പർച്ചേസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 2,72,500. ബാലൻസ് എത്ര വരും? അപ്പോൾ അത് 53,500 നമ്മുടെ ക്രെഡിറ്റേഴ്സിൻ്റെ ഓപ്പണിങ് കിട്ടി. ഇനി അടുത്തത് ഡെപ്റ്റേഴ്സ് ഇതുപോലെ തന്നെ സെയിൽ മുഴുവൻ ക്രെഡിറ്റാണ്. നമുക്ക് സെയിൽ എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടു ബാലൻസ് ബ്രോഡ് ആണ്. ഇത്രയും നമുക്കിത് കിട്ടാനുണ്ട്. ബൈ ടു സെയിലിൻ്റെ എമൗണ്ട് എത്രയാണ് വന്നിരിക്കുന്നത്? 3,25,000. ഇത്രയും കൂടെ നമുക്കിനി ക്രെഡിറ്റിൽ കിട്ടാനുണ്ട്. അതിൽ 3,40,000 നമുക്ക് കിട്ടി. ഇനി ടോട്ടൽ അപ്പോൾ എത്രയാണ്? 4,27,500. ബാലൻസ് ക്ലോസിംഗ് ബാലൻസ് 87,500. ഓക്കെ, ഇതെല്ലാം കിട്ടി. ഇനി നമുക്ക് അടുത്തത് ഇവിടെ ഒന്നും നമ്മൾ എഴുതാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സ്ഡ് അസറ്റാണ്. ഫിക്സ്ഡ് അസറ്റിൻ്റെ ലെഡ്ജറും കൂടെ പ്രിപ്പയർ ചെയ്യാം നമുക്ക്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്പണിങ് ടു ബാലൻസ് ബ്രോഡ് ഡൗൺ എത്രയാണ്? 7,500. അതിൻ്റെ ക്ലോസിങ് തന്നിട്ടുണ്ട് 9,000. ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരെണ്ണം പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ സെയിലും ചെയ്തിട്ടുണ്ട്. സെയിൽ ചെയ്ത് 2,500 ബുക്ക് വാല്യൂൻ്റെ ഇതാണ് സെയിൽ ചെയ്തപ്പോൾ. അതായത് 2,500 ഫിക്സ്ഡ് അസറ്റ് ആണ് അവിടെ പോയത്. സോ ബൈ ബാങ്ക് അക്കൗണ്ട് അത് ക്യാഷ് ആയിട്ട് കിട്ടി 2,500. ഡിപ്രിസിയേഷൻ എത്രയാണ്? ബാങ്ക് പർച്ചേസ് ചെയ്തതും 5,000. ടോട്ടൽ എത്രയാണ്? 12,500. ഇവിടെ എത്ര വരണം? 12,500 വരണം. എത്രയും വന്നിട്ടുള്ളൂ? 11,500 വന്നിട്ടുള്ളൂ. ബാലൻസ് അപ്പോൾ അത് ഡിപ്രിസിയേഷനായിട്ട് പോയി. ഓക്കെ, സോ ഫിക്സ്ഡ് അസറ്റിൻ്റെ എല്ലാം കഴിഞ്ഞു. ഇനി നമുക്കിത് എന്ത് ചെയ്യണം? ട്രേഡിംഗ് P&L അക്കൗണ്ടിൽ എഴുതാം. ഇതിൽ എന്തൊക്കെ വരും? എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് ടു എക്സ്പെൻസസ് പേ ചെയ്തത് തന്നിട്ടുണ്ട്. ടു എക്സ്പെൻസസ് പെയ്ഡ് എത്രയാണ് തന്നിരിക്കുന്നത്? 49,250 തന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ വരും. വേറെ ഏതൊക്കെ എക്സ്പെൻസ് വരുന്നത്? ഡിപ്രിസിയേഷൻ ഇവിടെ വരും എക്സ്പെൻസായിട്ട്. ടു ഡിപ്രിസിയേഷൻ 1,000. ഇനി നോക്കാം, നമുക്കിവിടെ സെയിൽ ചെയ്തത് 2,500 ആയിരുന്നു അതിൻ്റെ ബുക്ക് വാല്യൂ. പക്ഷേ 1,750 വിറ്റത്. അപ്പം നമ്മുടെ ഇവിടെ എത്ര വന്നിട്ടുണ്ട്? ലോസ് ആണോ പ്രോഫിറ്റ് ആണോ ഇവിടെ വന്നിരിക്കുന്നത്? ലോസ് ആണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ലോസ് എത്രയാണ് വന്നിരിക്കുന്നത്? 750 ലോസ് വന്നിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? ലോസ് ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ ചെയ്യുന്നത്? ഡെബിറ്റ് ചെയ്യും. പ്രോഫിറ്റ് ആണ് എങ്കാണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. ടു ലോസ് ഓൺ സെയിൽ ഓഫ് പ്രോഫിറ്റ്, ടു ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ് 750. ഓക്കെ, ഇത്രയല്ലേ ഉള്ളൂ. വേറെ എക്സ്പെൻസസ് ഒന്നും നമുക്കില്ല. ബാക്കി എന്താണ്? നെറ്റ് പ്രോഫിറ്റ്. ബാലൻസിങ് ഫിഗർ നെറ്റ് പ്രോഫിറ്റായിട്ട്. ഇത് ഏതൊക്കെ ബാലൻസിങ് ഫിഗർ എന്ന് എഴുതിയിടാം അല്ലേ. ഇവിടെ ഞാനത് എഴുതാം, വിട്ടുപോയതാണ്. ഇവിടെ ബാലൻസിങ് ഫിഗറായിട്ട് നമുക്കിവിടെ ക്ലോസിങ് കിട്ടി. ഇവിടെ നമുക്ക് ഓപ്പണിങ് കിട്ടി, ബാങ്ക് അക്കൗണ്ടിൻ്റെ ഓപ്പണിങ് കിട്ടി, ഫിക്സ്ഡ് അസറ്റിൻ്റെ ഡിപ്രിസിയേഷൻ കിട്ടി. ഇനി നമുക്കിത് വെച്ചിട്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇപ്പോൾ എല്ലാത്തിൻ്റെയും ക്ലോസിങ് നമുക്ക് കിട്ടി. സോ അത് നമുക്ക് ജസ്റ്റ് എടുത്ത് എഴുതിയാൽ മതി അല്ലേ. എന്തൊക്കെ വരും ക്ലോസിങ് ആയിട്ട്? ഫസ്റ്റ് ക്യാപിറ്റലിന് മുമ്പ് നമുക്ക് ആദ്യം തന്നെ അസറ്റ് അല്ല എഴുതാം. അസറ്റിന് ഏതാ വന്നിരിക്കുന്നത്? ഫിക്സ്ഡ് അസറ്റ്സ്
ഫിക്സ്ഡ് അസറ്റിൻ്റെ ക്ലോസിംഗ് ഡയറക്റ്റ് തന്നിട്ടുണ്ട് 9,000. പിന്നെ ഏതൊക്കെയായിരുന്നു? ഡെപ്റ്റേഴ്സ് ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്, പിന്നെ ബാങ്ക് ഉണ്ട്. ഡെപ്റ്റേഴ്സിൻ്റെയും നമുക്ക് ക്ലോസിംഗ് കിട്ടി 87,500. ദെൻ ബാങ്കിൻ്റെത് 50,000, സ്റ്റോക്ക് 62,500. ഇവിടുത്തെ എല്ലാം കഴിഞ്ഞില്ലേ? ഇപ്പോൾ എത്രയാണ് വന്നിട്ടുണ്ട്? 2,09,000. ഇവിടെ ഒരിക്കലും നമ്മൾ ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്യില്ല കേട്ടോ, കാരണം ഡിപ്രിസിയേഷൻ എല്ലാം കഴിഞ്ഞിട്ട് വന്നത് 4 ലെഡ്ജറിൽ തന്നെ നമ്മളത് എഴുതിയിട്ടുണ്ട്. ഇത് അതിൻ്റെ ക്ലോസിംഗ് ആയിട്ട് തന്നിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇവിടെയും എന്ത് തന്നെ കിട്ടണം? 2,09,000 തന്നെ കിട്ടണം. ഇവിടെ നമുക്ക് ആകെ അറിയാവുന്നത് ക്രെഡിറ്റേഴ്സ് മാത്രം. എത്ര ക്രെഡിറ്റേഴ്സ് വന്നേക്കുന്നത്? 46,000. ബാലൻസ് നമുക്ക് ക്യാപിറ്റൽ എത്രയാണെന്ന് അറിയണം, ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയാണെന്ന് അറിയണം, നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ആഡ് ചെയ്യണം, ഡ്രോയിങ്സ് 25,000 ലെസ് ചെയ്യണം, അഡീഷണൽ ക്യാപിറ്റൽ വന്നിട്ടുണ്ട് അതും ആഡ് ചെയ്യണം. അപ്പോൾ ആ ക്യാപിറ്റൽ എത്രയാണ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കഴിഞ്ഞ ഇവിടുത്തെ ക്ലോസിംഗ് ആയിരിക്കും തവണത്തെ ക്യാപിറ്റൽ ഓപ്പണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ 2023 ബാലൻസ് ഷീറ്റ് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യണം. കാരണം എന്താ? നമുക്ക് അതിൻ്റെ എല്ലാത്തിൻ്റെയും ക്ലോസിംഗ് തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ വേറെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ കിട്ടും. അത് വെച്ചിട്ട് നമ്മളത് വിട്ടെടുക്കാം. ഓക്കെ, അപ്പോൾ വേറെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ബാലൻസ് ഷീറ്റ് എന്നോ അതിലുള്ളതാ? March 31, 2023. ഇവിടെ എന്താണ്? ഫിക്സ്ഡ് അസറ്റിൻ്റെ എത്രയാണ്? 7,500. സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ബാങ്ക് ബാലൻസ്. $2,22,500. ക്രെഡിറ്റേഴ്സ് നമുക്കറിയാം 53,500. സോ ക്യാപിറ്റൽ എന്തായിരിക്കും? ബാലൻസിങ് ഫിഗർ ആയിരിക്കും. എങ്ങനെ? 2,22,500 മൈനസ് 53,500 1,69,000 വരും. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ നമുക്ക് കിട്ടി. ക്യാപിറ്റൽ എന്ത് ചെയ്യാം? 1,69,000 ക്യാപിറ്റൽ. ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യണം? ന്യൂ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് എത്ര? 5,000. അതിൽ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യാം. നെറ്റ് പ്രോഫിറ്റ് എത്ര കിട്ടി? 14,000. അതുപോലെ ഡ്രോയിങ്സ് ലെസ് ചെയ്യാം. ഡ്രോയിങ്സ് എത്രയായിരുന്നു? 25,000. ഇത്രയും ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്ന് നോക്കാം. പ്ലസ് 5,000 പ്ലസ് 14,000 മൈനസ് 25,000 1,63,000. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 46,000 2,09,000. ഓക്കെ, രണ്ടും ടാലി കഴിഞ്ഞു. സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ പാർട്ട്ണർഷിപ്പിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. റൈലിംഗ് ലിമിറ്റഡ് എഗ്രി ടു പർച്ചേസ് ദ ബിസിനസ് ഓഫ് എ ഫേം കൺസിസ്റ്റിംഗ് ഓഫ് 2 ബ്രദേഴ്സ്. ഫോം പർച്ചേസിംഗ് ആണ്. അപ്പോൾ റായ് ആൻഡ് എസ്റായ് ഓൺ March 31, 2024 ദ ബാലൻസ് ഷീറ്റ് ഓഫ് ദ ഫോം ഓൺ ദാറ്റ് ഡേറ്റ് ഇസ് ഫോളോസ്. അപ്പോൾ ഫോമിൻ്റെ ബാലൻസ് ഷീറ്റ് നമുക്ക് തന്നേക്കുന്നത്. ദ കമ്പനി അഗ്രി ടു ടേക്ക് ഓവർ ദ ലയബിലിറ്റീസ് ആൻഡ് ഓൾ ദി അസറ്റ്സ് വിത്ത് ദ എക്സെപ്ഷൻ ഓഫ് ക്യാഷ്. ദ അഗ്രീഡ് പർച്ചേസ് പ്രൈസ് ബീങ് 4,50,000. നമ്മളോട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? കമ്പനി എല്ലാ ലയബിലിറ്റീസും അസറ്റ്സും ടേക്ക് ഓവർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ക്യാഷ് ഒഴിച്ച്. ദെൻ അതുപോലെ പർച്ചേസ് പ്രൈസും കൂടെ എല്ലാം ടേക്ക് ഓവറും ചെയ്യും. പിന്നെ അതിൻ്റെ കൂടെ പർച്ചേസ് പ്രൈസ് എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? 4,50,000. അതിൽ 1/4 ക്യാഷ് ആയിട്ടും പേ ചെയ്യണം. ബാലൻസ് 3/4 ഇഷ്യൂ ഫുള്ളി പെയ്ഡ് ഇക്വിറ്റി ഷെയർസ് 10 ഈച്ച് അറ്റ് അഗ്രീഡ് വാല്യൂ ഓഫ് 12.5 per share കൊടുക്കണം. അപ്പോൾ ദ കമ്പനി മേഡ് ദ ഫോളോയിങ് റിവാലുവേഷൻസ് ഓഫ് ദ അസറ്റ്സ് ടേക്കൺ ഓവർ വെൻ ബ്രിങ്ങിങ് ദം ടു ബുക്സിൽ വന്ന ടൈമിൽ അതിൻ്റെ ഇത് റിവാലുവേഷൻ ചെയ്തിട്ട് ഇതെങ്ങനെ ടേക്ക് ഓവർ ചെയ്യണമെന്നുള്ളതല്ലേ. ഓക്കെ, ദ പാസ് നെസറി ജേർണൽ എൻട്രീസ് ടു റെക്കോർഡ് ദ അക്വിസിഷൻ ഓഫ് ദ ബിസിനസ് ഇൻ ദ ബുക്സ് ഓഫ് ദ കമ്പനി. നമുക്ക് എന്താ പ്രിപ്പയർ ചെയ്യേണ്ടത്? ജേർണൽ എൻട്രീസ് പ്രിപ്പയർ ചെയ്യണം. ഈ ബിസിനസ് അക്വിസിഷൻ നടത്തുന്നതിൻ്റെ കമ്പനിയുടെ ബുക്സിലാണ് നോക്കണം കേട്ടോ. ഇൻ ദ ബുക്സ് ഓഫ് ദ കമ്പനി ജേർണൽ എൻട്രീസ് ടു ബി മെയ്ഡ്. അപ്പം ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യണം? നമുക്ക് ഈ തന്നിരിക്കുന്ന ഇതിൻ്റെ ഇത്രയും എഴുതാനുള്ളൂ, ജേർണൽ എൻട്രീസ് പ്രിപ്പയർ ചെയ്യാനുള്ളൂ ശരിക്കും.
അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ നോക്കാം. ദ ബുക്സ് ഓഫ് റയലിംഗ് ലിമിറ്റഡ് ജേണൽ എൻട്രീസ് എന്നാണ് 2024 മാർച്ച് 31 മാർച്ച് 31 ഇത് ടേക്ക് ഓവർ ചെയ്യാണ്. ടേക്ക് ഓവർ ചെയ്യുമ്പോഴത്തേനും എൻ്റെ എൻട്രീസ് എങ്ങനെയായിട്ട് വരും? ഇതിൻ്റെ എല്ലാം ലിസോൾഡ് പ്രിമൈസസ് ഇതെല്ലാം റിവാലുവേഷൻ കഴിഞ്ഞിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ടേക്ക് ഓവർ ചെയ്യാണ്. അപ്പോൾ ലിസോൾഡ് പ്രിമൈസസ്, പ്ലാൻ മെഷീനറി, ഫർണിച്ചർ ഫിക്സ്റ്റേഴ്സ്, സ്റ്റോക്ക് ഇൻ ട്രേഡ്, ഡെപ്റ്റസ് ഇതായിരിക്കില്ല നമ്മൾ, കാരണം ഇത് റിവാലുവേഷൻ ചെയ്തിട്ട് ശരിക്കുള്ളതിൻ്റെ വാല്യൂസ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഇതായിരിക്കണം നമ്മൾ എന്തെങ്കിലും ടേക്ക് ഓവർ ചെയ്യേണ്ടത്. അപ്പോൾ അതേ ടു ബിസിനസ് പർച്ചേസിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ലീസ് ഹോൾഡ് പ്രിമൈസസ് ഡെപ്റ്റ് എത്രയാണ്? 1,55,000. പ്ലാന്റ് ആൻഡ് മെഷീനറി എത്രയാണ്? 62,500. ഫർണിച്ചർ ആൻഡ് ഫിക്സ്റ്റേഴ്സ് 12,500. സ്റ്റോക്ക് ഇൻ ട്രേഡ് 1,45,000. then debtors 25,000 to business purchase. ടോട്ടൽ എത്രയാണ്? 5 lakh. ഓക്കെ, എൻട്രി നരേഷൻ എഴുതണം, നേരത്തിൽ എഴുതുന്നില്ല. ഓക്കെ, ഇനി എന്താണ് അടുത്തത്? അപ്പോൾ നമ്മൾ അസറ്റ്സ് എല്ലാം ടേക്ക് ഓവർ ചെയ്തു. ഇനി ഇവിടെ എന്താ വന്നിരിക്കുന്നത്? ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റീസും ടേക്ക് ഓവർ ചെയ്യാന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. സോ ക്രെഡിറ്റേഴ്സ് എങ്ങനെ വരും? ഡയറക്റ്റ് എൻട്രി എങ്ങനെ വരും? റിവേഴ്സിങ് ക്രെഡിറ്റേഴ്സ് ടു ക്രെഡിറ്റേഴ്സ്. സോ ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്രെഡിറ്റേഴ്സിൻ്റെ വാല്യൂ 1 lakh. അതിന് റിവാലുവേഷൻ ഒന്നും മേഡ് ചെയ്തിട്ടില്ല. സോ 1 lakh തന്നെ വരും. ഇനി അടുത്തത് എത്രയത്തിൻ്റെ കഴിഞ്ഞു. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഇനി ഇവർക്ക് ക്യാഷായിട്ട് അഗ്രീഡ് പർച്ചേസ് പ്രൈസ് ക്യാഷായിട്ട് പേ ചെയ്യണമല്ലോ. അപ്പോൾ ഇവിടെ നമ്മുടെ ഇന്ന് എന്താണ്? കമ്പനിയുടെ ഇതാണല്ലോ. കമ്പനി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോകുന്നു. അത് എത്രയായിട്ടാണ് പറഞ്ഞേക്കുന്നത്? 1/4 ക്യാഷായിട്ട് പോകും. 4,50,000 1/4 ആർക്ക് കിട്ടുന്നത്? മിസ് റായി ആൻഡ് എസ് റായി, രണ്ട് ബ്രദേഴ്സ്, മിസ് എ റായി ആൻഡ് എസ് റായി. എ റായി അക്കൗണ്ട് ഡെപ്റ്റർ ടു എസ് റായി അക്കൗണ്ട് ഡെപ്റ്റ് എത്രയാണ്? 4,50,000 അവരുടെ അക്കൗണ്ടിലേക്ക് പോകും. ഇങ്ങനെ ടു ബാങ്ക് ക്യാഷിന് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എത്രയാണ് പോകുന്നത്? 1/4 ക്യാഷ്. അപ്പോൾ 4,50,000 1/4 1,12,500. ബാലൻസ് ഷെയർ ആയിട്ട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഷെയർ ആയിട്ട് കൊടുക്കാനുള്ളതിൽ പറഞ്ഞിരിക്കുന്നത് 3/4 എന്ന് പറയുമ്പോഴത്തേന് എത്ര വരും? 4,50,000 3/4 3,37,500 ആണ് കൊടുക്കേണ്ടത്. ഇതിൽ നമ്മളോട് പറഞ്ഞേക്കുന്ന ഒരു കാര്യം 12 അത് ശരിക്കും ഫേസ് വാല്യൂ 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് 12.5 പർച്ചേസ് ഇത് കൊടുക്കുന്നത്, ഷെയർ കൊടുക്കുന്നത്. അപ്പോൾ ഈ 12.5 ടോട്ടൽ എത്ര ഷെയർസ് ഉണ്ട് നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ 3,37,500 ഷെയർ കൊടുക്കുമ്പോൾ ഒരു ഷെയറിന് 12.5 വെച്ചിട്ട് എത്ര ഷെയർസ് ഉണ്ടെന്നുള്ളത് ഡിവൈഡ് ബൈ 12.5 ചെയ്യുമ്പോൾ നമുക്ക് 27,000 ഷെയർസ് കിട്ടി. ഈ 27,000 ഷെയർസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രീമിയം വരുന്ന കേസിൽ നമ്മൾ എങ്ങനെയാണ് ജേണൽ ചെയ്യുന്നത്? ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രയാണ് ഫേസ് വാല്യൂ, ടു സെക്യൂരിറ്റീസ് പ്രീമിയം അതിൻ്റെ പ്രീമിയം എമൗണ്ട് അല്ലേ. ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇതെങ്ങനെയാണ് വന്നതെന്നും കൂടി എഴുതാം വേണമെങ്കിൽ അല്ലേ. അതായത് 3,37,500 12.5 നമുക്ക് 27,000 ഷെയർസ് കിട്ടി. ഈ 27,000 ഷെയർസിൽ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10, 2,70,000. ബാലൻസ് എന്താണ്? സെക്യൂരിറ്റീസ് പ്രീമിയം. $27,000 into 2.5 പെർ ഷെയറിന് എത്ര വന്നു? 67,500 വന്നു. കറക്റ്റ് ആയില്ലേ നോക്കി? 2,70,000 പ്ലസ് 67,500 പ്ലസ് 1,12,500 4,50,000. ഓക്കെ, എത്ര ഉള്ള ക്വസ്റ്റ്യൻ? 6 മാർക്ക് അവിടെ കിട്ടി. അടുത്തത് പ്രിപ്പയർ ദ പോസ്റ്റ് അക്വിസിഷൻ ബാലൻസ് ഷീറ്റ് ഓഫ് റയലിംഗ് ലിമിറ്റഡ്. ഈ ക്വസ്റ്റ്യനിലൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. കാരണം എന്താ, നമ്മളോട് ഇവിടെ എന്താ എന്തിൻ്റെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? റയലിംഗ് ലിമിറ്റഡ്, അത് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്.
പക്ഷെ നമുക്ക് തന്നിരിക്കുന്നത് ഇവിടെ ഫേമിൻ്റെ ബാലൻസ് ഷീറ്റാണ്. നമ്മളെങ്ങനെയാണ് ഫേം ഇതില്ലാതെ ബാലൻസ് ഷീറ്റ് ഇല്ലാതെ നമ്മൾ എങ്ങനെയാണ് ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്? കാരണം അതിൻ്റെ ക്യാപിറ്റൽ എത്ര അതൊന്നും നമുക്കറിയത്തില്ല. നമ്മളിപ്പോൾ ഇത് ടേക്ക് ഓവർ ചെയ്താൽ അല്ലാതെ അവർക്ക് വേറെ എന്തൊക്കെ അസറ്റ്സ് ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ അറിയുന്നത്? അപ്പോൾ ആ ക്വസ്റ്റൻ നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ബ്രാഞ്ച് എന്നൊരു ക്വസ്റ്റ്യനാണ്. Adraj Limited, Noida, started a branch in Surat on April 1, 2023, to which goods were sent at 20% above cost. Goods എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത് 20%, അപ്പോൾ പ്രോഫിറ്റ് വന്നിരിക്കുന്നത് 20% above cost. The branch makes both credit and cash sales. It is the policy to meet the branch expenses from branch cash and to remit the balance money to head office. അപ്പോൾ എല്ലാ എക്സ്പെൻസസും ആരെന്നെ മെയ്ഡ് ചെയ്യുന്നത്? ബാലൻസ് മണി ഹെഡ് ഓഫീസിലേക്ക് റെമിറ്റ് ചെയ്യും. ഓക്കെ. ദ ബ്രാഞ്ച് ഡസ് നോട്ട് മെയിൻറ്റെയിൻ ഡബിൾ എൻട്രി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. സോ ഇത് എന്താണ്? ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചാണ്. ഡിപെൻഡൻറ്റ് ബ്രാഞ്ച് അല്ല. ഡിപെൻഡൻറ്റ് ബ്രാഞ്ചാണ്, ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് അല്ല. ഓക്കെ, ഹെഡ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ബ്രാഞ്ചാണ്. ഇതിപ്പോൾ നമുക്കിതിൻ്റെ ഇത് തന്നിട്ടുണ്ട്. ഷോ ദ സൂറത്ത് ബ്രാഞ്ച് അക്കൗണ്ട്സ് ഇൻ ദ ബുക്സ് ഓഫ് ദ നോയിഡ HO ടു ഡിറ്റർമൈൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് ദ ബ്രാഞ്ച് ഫോർ ദി ഇയർ എൻഡ് March 31, 2024. ഇത് നമുക്ക് ഏത് മെത്തേഡ്? നമുക്ക് 3 മെത്തേഡിൻ്റെ ബ്രാഞ്ചിൽ നമ്മൾ പഠിക്കുന്നത്. ഡെപ്റ്റേഴ്സ് മെത്തേഡ് ഉണ്ട്, സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് മെത്തേഡ് ഉണ്ട്, അതുപോലെ ഫൈനൽ അക്കൗണ്ട്സ് ഉണ്ട്. ഇത് നമുക്ക് ഏതിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്? ഡെപ്റ്റേഴ്സ് മെത്തേഡിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് മെത്തേഡിൽ പ്രിപ്പയർ ചെയ്യേണ്ടത് ആവശ്യമില്ല. സോ അതിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ദ ബുക്സ് ഓഫ് ഹെഡ് ഓഫീസ് സൂറത്ത് ബ്രാഞ്ചിൻ്റെത്. അത് തന്നെ നമ്മളെപ്പോഴും എന്താണ് ഇതിൽ എഴുതുന്ന സമയത്ത് അറ്റ് ഇൻവോയ്സ് പ്രൈസിലായിരിക്കും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത്. എല്ലാം ഇൻവോയ്സ് പ്രൈസിലായിരിക്കണം. ഇവിടെ നമ്മളോട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സെൻഡ് ടു നോയിഡ ബ്രാഞ്ച് എത്രയാണെന്ന് തന്നിരിക്കുന്നത്? 50,000 ആണ് തന്നിരിക്കുന്നത്. പക്ഷേ അത് ഇൻവോയ്സ് പ്രൈസിലാണ്, നമുക്ക് തന്നിട്ടില്ല. ഇൻ കേസ് നമ്മളോട് തന്നിട്ടുണ്ട്, ഇനി അറ്റ് ഇൻവോയ്സ് പ്രൈസിൽ നമുക്ക് അവിടെ തന്നിട്ടുണ്ടാവും. കാരണം ലോഡിംഗ് ചാർജസും കൂടെ നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് കാണിക്കണം. അപ്പോൾ ഗുഡ്സ് റിസീവ്ഡ് ബൈ ബ്രാഞ്ച് ടിൽ March 31 അറ്റ് ഇൻവോയ്സ് പ്രൈസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്? ഇൻവോയ്സ് പ്രൈസിലല്ല തന്നിട്ടുണ്ട്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്നല്ല തന്നിരിക്കുന്നത്. അപ്പോൾ ഇൻവോയ്സ് പ്രൈസിൽ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻവോയ്സ് പ്രൈസിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻവോയ്സ് പ്രൈസിൻ്റെ നമ്മളത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അതായത് ഈ 50,000 എന്ന് പറയുന്നത് 100% അതിൻ്റെ എമൗണ്ടാണ്. നമുക്ക് 120% ഇൻവോയ്സ് പ്രൈസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 20% പ്ലസ് എന്താണ്? 20% കോസ്റ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 120% കണ്ടുപിടിക്കുക. ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 60,000 എന്ന് കിട്ടും. അതാണ് ഇൻവോയ്സ് പ്രൈസ്. അപ്പോൾ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ എത്ര എഴുതണം? ഇൻവോയ്സ് പ്രൈസിൽ എഴുതണം. ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 60,000 ഇൻവോയ്സ് പ്രൈസ്. അപ്പോൾ ഇതിൻ്റെ ലോഡിങ് എത്ര വരും? ബൈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, അതിൻ്റെ ലോഡിംഗ് ചാർജ് എന്ന് പറയുന്നത് അതായത് 60,000 ഇൻവോയ്സ് പ്രൈസ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ്, അത് തമ്മിലുള്ള ഡിഫറൻസ് 10,000. ഓക്കെ, അടുത്ത് ഗുഡ്സ് റിസീവ്ഡ് ബൈ ബ്രാഞ്ച് ടിൽ March 31 അറ്റ് ഇൻവോയ്സ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ബാലൻസ് നമുക്ക് പറഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് അതിലേക്ക് പോകാം. ഓക്കെ, ക്രെഡിറ്റ് സെയിൽസ് ഫോർ ദി ഇയർ. ഈ ക്രെഡിറ്റ് സെയിൽ എന്ന് പറയുന്നത് നമുക്ക് ഇതുവരെ ഇതിന്ന് ക്യാഷ് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യണം? ഈ ബ്രാഞ്ചിൽ ഈ ബ്രാഞ്ച് അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്യണം. പക്ഷേ ഇതിൽ ക്രെഡിറ്റ് സെയിൽ എന്ന് പറയുന്നത് ഇപ്പോഴും കിട്ടിയിട്ടില്ല. ക്രെഡിറ്റ് സെയിൽ ഒക്കെ ഇത് നമുക്ക് എന്താണ്? നമുക്കത് അറിയേണ്ട കാര്യമില്ല. കാരണം എന്താണ്? ഹെഡ് ഓഫീസും ബ്രാഞ്ചും തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് ആണ് നമുക്കിവിടെ എഴുതേണ്ടത്. ഇൻ കേസ് ബാഡ് ഡെറ്റ്സ് വന്നുപോയി, തേർഡ് പാർട്ടിയാണ് ബാഡ് ഡെറ്റ്സ് എല്ലാം. ബ്രാഞ്ചും തേർഡ് പാർട്ടിയും തമ്മിലുള്ളതാണ്. ബാഡ് ഡെറ്റ്സ് വന്നു പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവരുടെ ലോസ്. അപ്പോൾ അത് നമ്മൾ ഹെഡ് ഓഫീസിൽ ബുക്കിൽ എന്താ ചെയ്യേണ്ട? റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ബാഡ് ഡെറ്റ്സ് തന്നിട്ടുണ്ട്, അത് നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് നമ്മൾ സാധാരണ കേസിൽ ഡെപ്റ്റേഴ്സ് മെത്തേഡിൽ എങ്ങനെ എഴുതാറ്? ടു ബാലൻസ്, അതിൻ്റെ അസറ്റ്സ് എല്ലാം എഴുതാം ബൈ ബാലൻസ്. പക്ഷെ ഇവിടെ നമുക്ക് എന്താണ്? ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. ഓപ്പണിംഗ് ഓഫ് സ്റ്റോക്കിൻ്റെ അസറ്റ്സോ ഡെപ്റ്റേഴ്സോ ഒന്നും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ബൈ ബാലൻസ് എന്ന് പറഞ്ഞിട്ട് ബൈ ബാലൻസ് ക്യാരിഡ് ഡൗൺ. ഓപ്പണിംഗ് തരാത്ത കേസിൽ നമ്മളത് നോക്കാൻ പോകേണ്ട ആവശ്യമില്ല. തന്നിക്കുന്നത് എഴുതിക്കുക. ഓക്കെ, 20,800 ഡെപ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. അടുത്തത് ക്യാഷ് റെമിറ്റഡ് ടു HO. അതായത് ക്യാഷ് HOക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ ഇതെന്താണ്? ബൈ ബാങ്ക് ആയിട്ട് നമുക്ക് കിട്ടിയതാണല്ലോ. ബൈ ബാങ്ക് അത് ക്യാഷ് ബാലൻസസ് എല്ലാം അവർ അയക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഹെഡ് ഓഫീസിലേക്ക്. ക്യാഷ് റെമിറ്റഡ് ടു ഹെഡ് ഓഫീസ് 43,000. ഓക്കെ,
ഇനി അടുത്തത് ക്യാഷ് ഇൻ ഹാൻഡ് അറ്റ് ബ്രാഞ്ച് അറ്റ് എൻഡ് ഓഫ് ദി ഇയർ. ക്യാഷ് ഇൻ ഹാൻഡും അതും എന്ത് തന്നെയാണ്? ബാലൻസ് അസറ്റ്. ക്യാഷ് ഇൻ ഹാൻഡ് 2000. ക്യാഷ് റെമിറ്റഡ് ബൈ എച്ച് ഒ ടു ബ്രാഞ്ച് ഡ്യൂറിങ് ദ ഇയർ. ക്യാഷ് എന്ത് ചെയ്യാണ്? എച്ച് ഒ ക്യാഷ് അയച്ചു കൊടുത്തതാണ്. അപ്പോൾ ടു ബാങ്ക്, അത് അവരുടെ ഹെഡ് ഓഫീസിൽ നിന്ന് പോയതല്ലേ, അപ്പോൾ അതെവിടെ വരും? ടു ബാങ്ക് വരും. $3,000. ക്ലോസിംഗ് സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് അറ്റ് ഇൻവോയ്സ് പ്രൈസ് 6,000. ഇൻവോയ്സ് പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോഡിംഗ് ചാർജസ് എന്ന് പറഞ്ഞിട്ട് വേറെ സെപ്പറേറ്റ് ഇത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അറ്റ് ഇൻവോയ്സ് പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റോക്ക് എന്ത് തന്നെ വരും? ഇൻവോയ്സ് പ്രൈസിൽ 6,000. ഓക്കെ, അടുത്തത് എക്സ്പെൻസസ് ഇൻകേർഡ് അറ്റ് ബ്രാഞ്ച് 12,000. അത് ശരിക്കും എന്താണ് ഇവിടെ വരുന്നില്ല. കാരണം എന്താണ്? ഇവിടെ ബ്രാഞ്ചിൻ്റെ എക്സ്പെൻസസ് എല്ലാം എന്തിനാണ് ചെയ്യുന്നത്? ആരും മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അതൊക്കെ ബ്രാഞ്ച് തന്നെയാണ് നടപ്പിലാക്കുന്നത്. അപ്പോൾ അതും തേർഡ് പാർട്ടിയും ബ്രാഞ്ച് തമ്മിലുള്ളതാണ്. അതെന്താണ്? ഹെഡ് ഓഫീസിൻ്റെ ബുക്സിൽ അത് വരത്തില്ല, എൻട്രി നടക്കത്തില്ല. അപ്പോൾ അതാവശ്യമില്ല. അതുപോലെ തന്നെ ബാഡ് ഡെപ്റ്റ്സ് വരത്തില്ല. ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ ലോഡിങ് എന്ത് ചെയ്യണം? ഇതെന്ന് കുറയ്ക്കണം. അപ്പോൾ സ്റ്റോക്ക് എത്താണ്? ഇൻവോയ്സ് പ്രൈസ്. ഇതെല്ലാം ഇൻവോയ്സ് പ്രൈസിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം എന്താണ്? ലോഡിങ് ചാർജസ് നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ ബൈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, അതിൻ്റെ ലോഡിങ് നമ്മൾ ഇതിന്ന് കുറച്ചു. ഇനി ഇതിൻ്റെയൊക്കെ ലോഡിങ് ഉണ്ട്. സ്റ്റോക്ക് റിസർവിൻ്റെ സ്റ്റോക്കിൻ്റെ ലോഡിങ് 6,000 ആണ്. അത് ഇൻവോയ്സ് പ്രൈസിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലോഡിങ് കണ്ടുപിടിക്കണം. ടു സ്റ്റോക്ക് റിസർവ് ലോഡിങ് ക്യാഷ്. ഇത് കണ്ടുപിടിക്കാൻ എളുപ്പവഴിയും കൂടെ എന്താ? അതായത് നമ്മളിപ്പോൾ 20 ആണ് നമ്മുടെ ഇൻവോയ്സ് പ്രൈസ്, പ്രോഫിറ്റ്. 120 ആണ് നമ്മുടെ ഇൻവോയ്സ് പ്രൈസ്. അപ്പോൾ 20 ഡിവൈഡ് ബൈ 120 എന്ന് പറയുന്നത് എത്രയാണ്? 1/6 ആണ്. ഇതെങ്ങനെ 1/6 നമുക്ക് കിട്ടിയത്? 20ൽ 120 എത്ര പ്രാവശ്യമുണ്ട്? 1 ടൈംസ് 6 ടൈംസ്. ഓക്കെ, 1/6. ഈ 1/6 ആയിരിക്കും ഇതിൻ്റെ ലോഡിങ് ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാത്തിലും അങ്ങനെ തന്നെയായിരിക്കും. 1/6 മുഴുവനും. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അങ്ങനെ ചെയ്യാം. വേണമെങ്കിൽ 60,000 ഇൻറ്റു 1/6 എത്ര കിട്ടും? 10,000 കിട്ടും. സ്റ്റോക്ക് റിസർവ് അതുപോലെ തന്നെ 6,000 ഇൻറ്റു 1/6 1000. ഓക്കെ, ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. ഗുഡ്സ് റിസീവ്ഡ് ബൈ ബ്രാഞ്ച് ടിൽ March 31 അറ്റ് ഇൻവോയ്സ് പ്രൈസ്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ശരിക്കും ഇത് ഇൻവോയ്സ് പ്രൈസിലാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ശരിക്കും എത്ര രൂപയുടെ ഇൻവോയ്സ് പ്രൈസിൽ എത്ര രൂപയുടെ ഗുഡ്സ് നമ്മൾ ഹെഡ് ഓഫീസിൽ നിന്ന് സെൻഡ് ചെയ്തു? 60,000. അറ്റ് ഇൻവോയ്സ് പ്രൈസിൽ നമ്മൾ 60,000 സെൻഡ് ചെയ്തു. പക്ഷേ എത്രയാണ് അവിടെ വരെ കിട്ടിയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്? ഗുഡ്സ് റിസീവ് ചെയ്തേക്കുന്നത് March 31 വരെ അറ്റ് ഇൻവോയ്സ് പ്രൈസിൽ ഗുഡ്സ് റിസീവ് ചെയ്തേക്കുന്നത് 54,000 റിസീവ് ചെയ്തിട്ടുള്ളൂ. ഈ 54,000 ബാലൻസ് അപ്പോൾ 6,000 എവിടെയാണ്? ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ആണ്. ഓക്കെ, അത് നമ്മുടെ എന്താണ്? അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു അസറ്റാണ്, ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. അപ്പോൾ അത് നമ്മൾ എന്ത് തന്നെ എഴുതണം? ഇവിടെ എഴുതണം ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. ഈ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റിന് എന്ത് തന്നെയുണ്ട്? ഇത് ഇൻവോയ്സ് പ്രൈസിലാണ് വന്നിരിക്കുന്നത്. അതിനും ലോഡിങ് ചാർജസ് ഉണ്ട്. സോ ടു ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ലോഡിങ് അതും സെയിം തന്നെ എമൗണ്ട് വരും. 6,000 ഇൻറ്റു 1/6 1000. ഓക്കെ, അല്ല ഇതിൻ്റെ ടോട്ടൽ എത്ര വരും? 34,800 വരും. ടോട്ടൽ 87,800 വരും. ബാലൻസിങ് ഫിഗർ എന്തായിട്ട് വരും? നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് വരും. 22,800. ഇവിടെ ഈ ഒരു ഇതിലാണ് കൺഫ്യൂഷൻ വരുന്നത്. പിന്നെ ഏതൊക്കെ എടുക്കണമെന്നുള്ളത് എനിക്ക് ഇതിലും കൺഫ്യൂഷൻ വരാറുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ഇൻഷുറൻസ് ക്ലെയിമിൻ്റെ ക്വസ്റ്റ്യനാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ. ഓൺ 10th December 2024 എ ഫയർ ഒക്കേർഡ് ഇൻ ദ പ്രൊമൈസസ് ഓഫ് ചന്തു. എന്നാണ് 10th ഡിസംബറിന്. ഓൾ സ്റ്റോക്ക് എക്സെപ്റ്റ് ദി എക്സ്റ്റെൻഡ് ഓഫ് 28,800 വർ ഡിസ്ട്രോയിഡ്. എല്ലാ സ്റ്റോക്കും ഇപ്പോൾ എത്രയാണ് ഉണ്ടായിരുന്നത്? 28,800 നമ്മളത് സാൽവേജ് ചെയ്തു. ബാക്കി എല്ലാ സ്റ്റോക്കും ഡിസ്ട്രോയിഡ് ആയി. ചന്തു വാല്യൂസ് ദ സ്റ്റോക്ക് അറ്റ് കോസ്റ്റ് ലെസ് 10%. ഓക്കെ, അതായത് എന്താ പറഞ്ഞിരിക്കണേ ഇവിടെ? ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. ചന്തു വാല്യൂസ് ദ സ്റ്റോക്ക് അറ്റ് കോസ്റ്റ് ലെസ് 10%. എല്ലാ സ്റ്റോക്കും എങ്ങനെ വാല്യൂ ചെയ്യുന്നത്? കോസ്റ്റിൻ്റെ 10% കുറച്ചിട്ടേ ഇത് വാല്യൂ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എല്ലാ സ്റ്റോക്കും അങ്ങനെ തന്നെയായിരിക്കും. 1,44,000. അത് എന്തിൻ്റെ ബേസിസിൽ? 90% ബേസിലെടുത്തുള്ളൂ. ബാക്കി
10% കുറച്ച് അവിടെ കാണിച്ചിട്ടുള്ളൂ. നമ്മളപ്പോൾ എടുക്കുമ്പോൾ എങ്ങനെ എടുക്കണം? 100% എടുക്കണം. സ്റ്റോക്ക് വാസ് ഇൻഷുർഡ് ഫോർ 1 lakh ആണ് അതിൻ്റെ ഇൻഷുറൻസ് എമൗണ്ട് എന്ന് പറയുന്നത്. ഫ്രം ദി ഫോളോയിങ് ഇൻഫോർമേഷൻ അസർട്ടൈൻ ദ എമൗണ്ട് ഓഫ് ക്ലെയിം ടു ബി ലോഡ്ജ്ഡ് ബൈ ചന്തു. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എത്രയായിരുന്നു നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എത്ര വാല്യൂ സ്റ്റോക്ക് പ്രസൻറ്റ് അറ്റ് ദ ടൈം ഓഫ് ഫയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഇപ്പോൾ സ്റ്റോക്ക് ഓൺ 1st April 2023 നമുക്ക് ബാലൻസ് ഷീറ്റ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. 2023 വരെയുള്ള ട്രേഡിംഗ് അക്കൗണ്ട് ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്യണം. 2023 to 2024 വരെയുള്ള. അത് കഴിഞ്ഞിട്ട് 2024 മുതൽ 10th December 2024 ഫയർ നടന്ന അന്ന് വരെയുള്ള എന്ത് കണ്ടുപിടിക്കണം? മെമ്മറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പം നമുക്ക് സ്റ്റോക്ക് എത്ര കിട്ടി എന്നുള്ളത് കണ്ടുപിടിക്കാം. നമ്മൾ എന്തിനാണ് ശരിക്കും ഈ 2023-24 വരെയുള്ള ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്? എന്തിനാണ്? നമുക്കിവിടെ പർച്ചേസും സ്റ്റോക്കും തന്നിട്ടുണ്ട്, ഓപ്പണിങ്ങും സെയിലും ഒക്കെ തന്നിട്ടുണ്ട്. സ്റ്റോക്കും തന്നിട്ടുണ്ട്, പർച്ചേസ് തന്നിട്ടുണ്ട്, സെയിലും തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് മനസ്സിലാവും കുറച്ചും കൂടെ. ഇതിൽ നമുക്ക് തന്നിരിക്കുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക്, നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഓക്കെ എല്ലാം ഡയറക്റ്റ് വന്നിട്ടുണ്ട് അതുപോലെ എഴുതും. അങ്ങനെ എല്ലാം എഴുതുന്നത് ഇങ്ങനെ 1,44,000 എന്ന് പറയുന്നത് 90% വാല്യൂ ചെയ്തേക്കുന്ന പുള്ളി അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. അത് നമുക്ക് 100% വാല്യൂ ചെയ്തിട്ടാണ് നമുക്ക് അതിൻ്റെ വാല്യൂസ് എഴുതാൻ. ഓക്കെ, 1,44,000 വാല്യൂസ് അറ്റ് 90%. നമുക്ക് 100% എത്രയായിരിക്കും എൻ്റെ വാല്യൂ എന്നുള്ളത് കണ്ടുപിടിക്കണം. എല്ലാ കേസിലും അത് തന്നെ വരും കേട്ടോ. 1,06,000 കാരണം പുള്ളി മുഴുവൻ എല്ലാ സ്റ്റോക്കും തന്നിട്ടുണ്ട്. വാല്യൂസ് ദ സ്റ്റോക്ക്, എല്ലാ സ്റ്റോക്കും ഒറ്റ സ്റ്റോക്കും പുള്ളി 100% വാല്യൂ ചെയ്ത് എഴുതിയിട്ടില്ല എന്നർത്ഥം. ഇനി ഇതിൻ്റെ പർച്ചേസ് എത്ര വരും? പർച്ചേസ് ലെസ് റിട്ടേൺസ് ഡ്യൂറിങ് 2023-24 5,60,000 ബൈ സെയില് 8 lakh ഈ ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര വന്നിട്ടുണ്ട്? അതുപോലെ തന്നെ 90,000 ആണ് നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇത് വാല്യൂ ചെയ്തേക്കുന്നത് മറ്റ് 90%. നമുക്ക് 100%-ൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. 1 lakh, 9 lakh. ബാലൻസ് വരുന്നത് ഗ്രോസ് പ്രോഫിറ്റ്. ബാലൻസിങ് ഫിഗറായിട്ട് എത്ര വരും? ഓക്കെ, ഇനി നമുക്ക് മെമ്മറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അതായത് ഇതിൻ്റെ എന്ന് മുതലാണ്? April 2024 മുതൽ 10th December വരെയുള്ളത്. അതിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് വരും. അതുപോലെ പർച്ചേസും സെയിലൊക്കെ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ടല്ലേ, ഫയർ വരെയുള്ളത്. ബൈ സെയില് 6,40,000 ടു പർച്ചേസ് 5,84,000. ഓക്കെ, നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കണം. ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണെന്ന് അറിയണം. ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ എന്താ വഴി? നമുക്ക് ബാലൻസിങ് ഫിഗർ വെച്ചിട്ടേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഗ്രോസ് പ്രോഫിറ്റിൻ്റെ റേറ്റ് കണ്ടുപിടിക്കണം. ഗ്രോസ് പ്രോഫിറ്റ് റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കഴിഞ്ഞ വർഷത്തെ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തത്. അതായത് 8 lakhൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് കണ്ടുപിടിക്കണം. ഗ്രോസ് പ്രോഫിറ്റ് റേറ്റ് $1,80,000 ഡിവൈഡഡ് ബൈ 8 lakh into 100 എത്ര വരും? 22.5%. അപ്പോൾ 6,40,000ൻ്റെ 22.5% ആയിരിക്കും നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് വരുന്നത്. അപ്പോൾ 6,40,000 ഇൻറ്റു 22.5% 1,44,000. ഓക്കെ, ബാലൻസിങ് ഫിഗർ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണം? എത്രയാണ് ക്ലെയിം എന്നുള്ളത് കണ്ടുപിടിക്കണമല്ലോ. സ്റ്റോക്ക് ഓൺ ദ ഡേറ്റ് ഓഫ് ഫയർ നമുക്ക് എത്ര കിട്ടി?
1,82,800 കിട്ടി. ഇവിടെ നമുക്ക് ചെറിയൊരു അബദ്ധം പറ്റി. ഇത് 8,28,000 ആണ്. കാൽക്കുലേഷൻ ചെയ്തതിലൊരു മിസ്റ്റേക്ക് വന്നത്. അപ്പോൾ ഇവിടെ എന്ത് തന്നെ വരും? 8,28,000. ബാലൻസിങ് ഫിഗർ ഇവിടെ എത്ര വരും? 1,88,000 വരും ബാലൻസിങ് ഫിഗർ. ഓക്കെ, നമുക്ക് സ്റ്റോക്ക് പ്രസൻ്റ് ആയിരുന്ന ഓൺ ദ ഡേറ്റ് ഓഫ് ഫയർ ടൈമിൽ നമുക്ക് പ്രസൻ്റ് ആയിരുന്ന എന്ത് കിട്ടി? ക്ലോസിംഗ് സ്റ്റോക്ക് കിട്ടി. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇൻഷുറൻസ് ക്ലെയിമിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിന് സ്റ്റോക്ക് പ്രസൻ്റ് അറ്റ് ദ ടൈം ഓഫ് ഫയർ എത്രയാണ്? 1,88,000. ഇനി ഇതിൽ സ്റ്റോക്ക് നമ്മൾ സാൽവേജ് ചെയ്തു അല്ലേ? കുറച്ച് നമ്മൾ ഡിസ്ട്രോയ് ചെയ്യാതെ മാറ്റി വെച്ചു. എത്രയാണ്? 20,800. സ്റ്റോക്ക് സാൽവേജ്ഡ്, അതിൽ നിന്ന് കുറച്ച് ബാലൻസ് ആണ് ഡിസ്ട്രോയിഡ് ആയത്. 1,56,000. ഇവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ 28,800 എന്ന് പറയുന്ന സ്റ്റോക്കും എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? അതും 90% അതും വാല്യൂ ചെയ്തിരിക്കുന്നത്. അതും നമ്മൾ എന്ത് ചെയ്യണം? 100%. ഇവിടെ മിസ്റ്റേക്ക് പറ്റും. 28,800 90% നമുക്ക് 100% വാല്യൂവിൽ കണ്ടുപിടിക്കാം. അപ്പോൾ എത്ര കിട്ടും? 32,000. ഓക്കെ, സോ 1,88,000 മൈനസ് 32,000 1,56,000. ഇത്രയാണ് ശരിക്കും എന്ത് സ്റ്റോക്ക് ഡിസ്ട്രോയിഡ് ആയത്. ഇനി ഇതിന്ന് ക്ലെയിം എമൗണ്ട്. ക്ലെയിമിൻ്റെ ഇക്വേഷൻ എന്താണ്? എമൗണ്ട് ഓഫ് ക്ലെയിം. എങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്? സ്റ്റോക്ക് എത്രയാണോ ഡിസ്ട്രോയിഡ് ഡിവൈഡഡ് ബൈ സ്റ്റോക്ക് പ്രസൻറ്റ് അറ്റ് ദ ടൈം ഓഫ് ഫയർ ഇൻറ്റു എമൗണ്ട് ഓഫ് ക്ലെയിം. അപ്പോൾ എത്രയായിരുന്നു ഡിസ്ട്രോയിഡ് ചെയ്തത്? 1,56,000. പ്രസൻറ്റ് അറ്റ് ദ ടൈം ഓഫ് ഫയർ 1,88,000 ഇൻറ്റു 1,00,000 = 82,979. ഇതാണ് എമൗണ്ട് ഓഫ് ക്ലെയിം എന്ന് പറയുന്നത്. ഇതിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സജസ്റ്റഡ് ആൻസറിൽ ഇതിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അത് അതിൽ മിസ്റ്റേക്ക് വന്നത്. ഓക്കെ, ഇതാണ് കറക്റ്റ് എമൗണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ പ്രോബ്ലംസ്. ബാക്കിയെല്ലാം തിയറിയാണ്. ഓക്കെ.